ഹല്ലേലൂയ. വീണ്ടും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ കർത്താവിൻ്റെ വചനം ഒരുമിച്ച് പഠിക്കുവാൻ കർത്താവ് നമുക്ക് നൽകുന്ന അവസരത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ചരിത്രത്തിലുടനീളം വേദപുസ്തക ചരിത്രത്തിലും സഭാചരിത്രത്തിലും നമ്മൾ കണ്ടതായ ഒരു പ്രധാനപ്പെട്ട കാര്യം, കർത്താവിനെ സേവിക്കുവാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മൾ അതിന് കൂട്ടുകെട്ട് പലപ്പോഴും കിട്ടിയില്ലെന്നിരിക്കും. നമ്മൾ ഭൂരിപക്ഷത്തിൻ്റെ ഭാഗത്തിലായിരിക്കത്തില്ല, ഒരു ന്യൂനപക്ഷമായിട്ടായിരിക്കും നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ആ ന്യൂനപക്ഷമായി നിൽക്കുമ്പോഴും നമ്മുടെ ബോധ്യങ്ങൾ അനുസരിച്ച് നാം നിൽക്കുകയും ബാക്കിയുള്ള എല്ലാവരും പിന്മാറിപ്പോയാലും അല്ലെങ്കിൽ ബാക്കിയുള്ളവരാരും കൂടെ നിൽക്കുന്നില്ലെങ്കിലും കർത്താവിന് വേണ്ടി നിലകൊള്ളുവാനുള്ള വലിയ ഒരു തീരുമാനം നമുക്ക് ഉണ്ടാകണം. അങ്ങനെയുള്ളവരിലൂടെ മാത്രമാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ചരിത്രത്തിലുടനീളം നമ്മൾ കാണുന്ന വലിയൊരു യാഥാർത്ഥ്യമാണ് അങ്ങനെയുള്ളവരിലൂടെ ദൈവം പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത്. സ്വന്തം ഭവനത്തിലാണെങ്കിലും സ്വന്തം സമൂഹത്തിലാണെങ്കിലും ഒക്കെ നമുക്കൊരു പക്ഷേ കൂട്ടാളികളെ കിട്ടിയില്ലെന്നിരിക്കും. നമ്മുടെ ഏറ്റവും അടുത്ത ആളുകൾ ഒരുപക്ഷെ നമ്മുടെ ലൈഫ് പാർട്ട്ണർ തന്നെ ആയിരിക്കാം, നമ്മുടെ സഹോദരങ്ങളായിരിക്കാം, നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കാം, നമ്മുടെ മാതാപിതാക്കളായിരിക്കാം. കർത്താവിനെ സേവിക്കുന്നതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാത്തവരാണെങ്കിലും, നമ്മുടെ ആത്മീയത മനസ്സിലാക്കുവാൻ നമ്മുടെ ഭവനത്തിൽ ആരും ഇല്ലെങ്കിലും, നമുക്ക് റോൾ മോഡൽ ഇല്ലെങ്കിലും നമ്മൾ കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നവരായിരിക്കണം എന്നുള്ളത് നമ്മൾ കണ്ടു. യോശുവ ഇസ്രായേൽ മക്കളെ കനാൻ ദേശത്തെ കൊണ്ടുവന്ന് അവിടെ പാർപ്പിച്ചു. അതിനുശേഷം യോശുവ നടത്തുന്ന ജനങ്ങളോട് സംസാരിക്കുന്ന ഒരു ഭാഗം നമ്മുടെ യോശുവയുടെ പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായമായ 24-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ ദൈവിക പ്രവൃത്തിയെക്കുറിച്ച് അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ കടന്നലിനെ അയച്ചു, അത് നിങ്ങളുടെ മുമ്പിൽ നിന്ന് അമോര്യരുടെ ആ 2 രാജാക്കന്മാരെ ഓടിച്ചു കളഞ്ഞു. നിൻ്റെ വാളുകൊണ്ടല്ല, നിൻ്റെ വില്ലുകൊണ്ടുമല്ല, നിങ്ങൾ പ്രയത്നം ചെയ്യാത്ത ദേശവും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും ഞാൻ നിങ്ങൾക്ക് തന്നു. നിങ്ങൾ അവയിൽ പാർക്കുന്നു. നിങ്ങൾ നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും ഞാൻ നിങ്ങൾക്ക് അനുഭവമാക്കിയിരിക്കുന്നു. ആകയാൽ നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സേവിപ്പിൻ. നിങ്ങളുടെ പിതാക്കന്മാർ നദിക്കക്കരെയും മിസ്രയീമിലും വെച്ച് സേവിച്ച ദേവീദേവന്മാരെ ഉപേക്ഷിക്കുകയും യഹോവയെ തന്നെ സേവിക്കുകയും ചെയ്യുവിൻ. ഒരു നിർദ്ദേശം എന്ന നിലയിൽ യോശുവ പറയുകയാണ്, ഇപ്പോൾ ദൈവം വാളുകൊണ്ടല്ല, നിങ്ങളുടെ വാളുകൊണ്ടല്ല, നിൻ്റെ വില്ലുകൊണ്ടുമല്ല, നിങ്ങൾ ചെയ്ത പ്രയത്നം കൊണ്ടല്ല, ദൈവം ചെയ്ത പ്രവൃത്തിയാണ് നിങ്ങളെ ഇവിടെ സെറ്റിൽ ചെയ്യിച്ചെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ, അവിടെ എഴുതിയിരിക്കുന്ന ആ ഭാഗം വായിക്കുമ്പോൾ, മിസ്രയീമിൽ വെച്ച് സേവിച്ച ദേവന്മാരെ ഉപേക്ഷിക്കുകയും യഹോവയെ തന്നെ സേവിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മിസ്രയീമിൽ വെച്ച് ഇവർ വേണ്ടത്ര രീതി യഹോവയോടുള്ള വലിയ ഭക്തിയിലൊന്നും ജീവിച്ചിരുന്ന ആളുകളല്ല നമ്മൾ കണ്ടു. അവരുടെ ജീവിതത്തിൽ വിഗ്രഹാരാധനയും ഒക്കെ ഒരു കോമൺ ആയിട്ടുള്ള കാര്യമായിരുന്നു. അവരുടെ പിതാക്കന്മാർ പലരും മിസ്രയീമിയ ദൈവങ്ങളെ സേവിച്ചിരുന്നു എന്നും നാം കണ്ടു. എന്നാൽ യോശുവ പറയുകയാണ്, ഇനി നിങ്ങൾ അതിനു വേണ്ടി മുതിരാതെ നിങ്ങൾ എന്ത് വേണം? യഹോവയെ തന്നെ സേവിപ്പിൻ. എന്നിട്ട് പറയുകയാണ്, യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് നിങ്ങൾ ഇന്ന് തിരഞ്ഞെടുത്തുകൊള്ളുവിൻ. ഒരു കൽപ്പന എന്ന നിലയിൽ നിങ്ങൾ യഹോവയെ സേവിപ്പിൻ എന്ന് പറഞ്ഞതിന് ശേഷം അതേ അവസ്ഥയിൽ തന്നെ, അതേ നിലയിൽ തന്നെ യോശുവ പറയാണ്, ഇനി അതല്ല, യഹോവയെ സേവിക്കുന്നത് നിങ്ങൾക്ക് നന്നല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, അതായത് ഇറ്റ് ഈസ് യുവർ ചോയ്സ്, അല്ലാതെ എന്തല്ല, ഇതൊരു ഫോഴ്സ്ഫുള്ളായിട്ട് നീ യഹോവയെ സേവിക്കണം എന്നുള്ളതൊരു ഫോഴ്സ്ഫുൾ, അങ്ങനെ സേവിക്കാൻ പറ്റത്തുമില്ല. അതാണ് അതിനകത്തൊരു പ്രത്യേകത. നമ്മൾ പറയുന്നത് പോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു പക്ഷേ നിർബന്ധപൂർവ്വം പറയാൻ പറ്റും. പക്ഷേ യഹോവയെ സേവിക്കണമെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ തിരഞ്ഞെടുത്താലേ പറ്റുള്ളൂ. അല്ലാതെ ആർക്ക് എന്താ ചെയ്യാൻ പറ്റും? നമ്മളിപ്പം കുഞ്ഞുങ്ങളോടോ അല്ലെങ്കിൽ മറ്റൊരാളോടൊക്കെ നമ്മൾ പറയുകയാണ്, ദിസ് ഇസ് ഇഫ് യു ഫീൽ, അതർവൈസ് യു കനോട്ട് സെർവ് ഗാഡ്, യു കനോട്ട് വർഷിപ്പ് ഗാഡ്. ദൈവത്തെ സേവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ കണ്ടത്തിൽ പോയി കളിക്കുന്നത് പോലെ അല്ലല്ലോ ആരാധിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സേവിക്കുക എന്ന് പറയുന്നത്, ആണോ? ഇറ്റ് ഷുഡ് ബി ഔട്ട് ഓഫ് യുവർ ഹാർട്ട്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നായിരിക്കണം ഈ കാര്യം പുറത്തു വരുന്നത്. അപ്പോൾ യഹോവയെ സേവിക്കുന്നത് നിങ്ങൾക്ക് നന്നല്ല എന്ന് തോന്നുന്നുവെങ്കിൽ, നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ടുള്ളത് നിങ്ങളുടെ പിതാക്കന്മാർ നദിക്കക്കരെ വെച്ച് സേവിച്ച ദൈവത്തെ സേവിക്കുന്നതാണ് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ ആ ദൈവത്തെ സേവിച്ചോ. ഇനി അതല്ല, കുറച്ചുകൂടെ നല്ലത് ഇവിടെയുള്ള കനാന്യ ദൈവങ്ങളെയോ അമോര്യരുടെ ദൈവങ്ങളെയോ സേവിക്കുന്നതാണ് നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ ആ ദൈവത്തെ സേവിച്ചോ എന്ന് പറയുന്നത് ഒരു എന്താണ്, അഴിച്ചുവിടുന്ന കാര്യമല്ല. പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, ദാറ്റ് മീൻസ്
വർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ആരാധന എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഒരു തീരുമാനമാണ്, അല്ലാതെ ഒരിക്കലും പറ്റത്തില്ല. ഇതേപോലെ തന്നെ ദൈവജനത്തോടെ ഇന്നും നമുക്ക് പറയാനുള്ള കാര്യം ഇതാ. അതായത് നിങ്ങൾ കർത്താവിന് വേണ്ടി ഒറ്റയ്ക്ക് നിന്ന് വീര്യം പ്രവർത്തിക്കുന്നത്, പോരാടുന്നത് അത്ര പ്രയോജനമുള്ളതല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ ഇവിടെയുള്ള പ്രവാചകന്മാരുടെയും മറ്റുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള ആളുകളുടെ കൂടെ പൊക്കോ. അല്ലാതെ എന്ത് ചെയ്യാനാ? അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഈ ആത്മീയം ഇങ്ങനെ തന്നെ വേണം, നിങ്ങളതല്ലാതെ വേറെ ഒരു രീതിയിലും പോകാൻ പാടില്ല, അത് പറയാം. പക്ഷേ ഇറ്റ് ഈസ് യുവർ ചോയ്സ്. ഒറ്റയ്ക്ക് നിൽക്കുക എന്ന് പറയുന്നത് ഒരു ചോയ്സാണ്. ആദ്യത്തെ ദിവസം ഇന്നലെ രാവിലെ തൊട്ട് പറയുന്നൊരു കാര്യം അതാണ്. ഒറ്റയ്ക്ക് നിൽക്കുക എന്ന് പറയുന്നത് എന്താണ്? ഒരു ചോയ്സാണ്. അല്ലാതെ അതൊരു ഡെസ്റ്റിനി അല്ല, ഒരു വിധിയല്ല. വേറെ എന്നാ ചെയ്യാനാ ബ്രദറെ, നമ്മളിപ്പോൾ എന്തോ ചെയ്യാൻ, അങ്ങനെയല്ല. ഇഫ് യു ഫീൽ ഈ ലോകത്തിൻ്റെ മെച്ചപ്പെട്ടതിനെയൊക്കെ ഈ സഭയിലേക്ക് കൊണ്ടുവന്നാലേ എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്നു. നിങ്ങൾ പണമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ, മാമോനെ സേവിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ മാമോനെ സേവിച്ചു. അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഇനി അതല്ല, നിങ്ങൾക്ക് ബോധ്യപ്പെടാതെ ഇതിൻ്റെ പിന്നാലെ പോയാൽ അതൊരിക്കലും ശരിയാകത്തുമില്ല. അവരെപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഈ കർത്താവിനെ സേവിക്കാൻ വന്നതാണ് എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അല്ലെങ്കിലും ബ്രദറെ, നേരോടെ നടക്കുന്നവർക്ക് ഒരു ഗുണവും ഉണ്ടാകത്തില്ല. ഞാൻ എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയത്, നമ്മൾ സങ്കീർത്തനം വായിക്കുമ്പോഴത്തേക്ക് ആസാ പറയുന്ന കാര്യം അതാണ്. ഞാൻ എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴിയതും മറ്റും വ്യർത്ഥമത്രേ എന്നല്ല. അതിൻ്റെ താഴെ പറഞ്ഞതെന്നറിയാം, വ്യർത്ഥമാണെന്നല്ല, എന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എൻ്റെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നെന്നാണ്. അപ്പം നമ്മൾ പറയുന്നത് എന്താണ്? അത് ശരിക്കും അവിടെ ആസാ പറയുന്നതാണ്, ഇതൊക്കെ എൻ്റെ മനസ്സിൽ തോന്നി എന്നുള്ളത് ശരിയാണ്, പക്ഷേ ഞാനതങ്ങനെ പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നാണ് പറയുന്നത്. അതൊരു ഫാക്റ്റാണ്. ഇവിടെ നമ്മൾ വാസ്തവത്തിൽ ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് അവിടെ എന്താണ്, നമ്മൾ നമ്മുടെ തലമുറയോട് ദ്രോഹം ചെയ്യുകയാണ്. 73-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുന്നത് അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴിയതും വ്യർത്ഥമത്രേ, ഞാൻ ഇടപെടാതെ ബാധിതനായിരുന്നു, ഉഷസ് തോറും ദണ്ഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു. നമ്മളിവിടെ കൊണ്ട് വായിച്ചങ്ങ് നിർത്തും. എന്നാൽ അടുത്ത വാക്യം, ഞാൻ ഇങ്ങനെ സംസാരിപ്പാൻ വിചാരിച്ചെങ്കിൽ ഇതാ ഞാൻ എൻ്റെ മക്കളുടെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ സംഭാഷണത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഞാൻ പറയുന്നത്. പലപ്പോഴും ദൈവദാസന്മാരായ ആളുകൾ തലമുറകളോട് ചെയ്യുന്ന വലിയ ദ്രോഹമാണ് കുഞ്ഞുങ്ങളെ നിൻ്റെ അപ്പനോ ഉപദേശിയായിപ്പോയി, നീയോ അങ്ങനെ ആകരുതെന്ന് പറയുന്നത്. നിങ്ങളുടെ പാഴ്സനേജിലിരുന്ന് നിങ്ങൾ സംസാരിക്കുന്ന വാക്കുകൾ, എൻ്റെ ദൈവമേ, കർത്താവ് എന്നെ ഈ വേലയ്ക്ക് വേണ്ടി വിളിച്ചു, എന്തെല്ലാം പാടുകളാണ് ഞാൻ പെടുന്നത്, ആത്മീയമില്ലാത്തവനൊന്നും ഒരു കുഴപ്പവുമില്ല, കള്ളത്തരം കാണിക്കുന്നതിനൊരു കുഴപ്പവുമില്ല, കാശുണ്ടാക്കാൻ നോക്കുന്നതിനൊരു കുഴപ്പവുമില്ല, കർത്താവിനെ കുറ്റമില്ലായ്മയിൽ ആരാധിക്കുന്നത് കൊണ്ട് ഞാൻ അനുഭവിക്കുന്ന ദുരിതങ്ങളെ എന്ന് നിങ്ങൾ പാഴ്സനേജിലിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? നിങ്ങളുടെ മക്കളുടെ തലമുറയോട് നിങ്ങൾ ദ്രോഹം ചെയ്യുകയാണ്. ഇവിടെ യോശുവ പറയാണ്, അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ, എനിക്ക് തോന്നിയിട്ടില്ലെന്നാണ് യോശുവ പറയുന്നത്. യഹോവയെ സേവിക്കുന്നത് നന്നല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കാം. നിങ്ങളുടെ പിതാക്കന്മാർ നദിക്കക്കരെ വെച്ച് ആശ്രയിച്ചു വന്നതായ കാളദൈവത്തിൻ്റെ പുറകെ നിങ്ങൾക്ക് പോകാം, അതല്ലെങ്കിൽ അമോരിയുടെ ദൈവങ്ങളുടെ പുറകെ പോകാം. പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇതൊരു ഉറച്ച തീരുമാനം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതൊരു ചോയ്സ് ആണെന്ന് പറയാനുള്ള കാര്യം അതാണ്. നിങ്ങൾ ആരെ സേവിക്കുമെന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തു കൊള്ളുവീൻ. ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇസ്രായേൽ മക്കൾ, ലക്ഷക്കണക്കിന് വരുന്ന ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്നുകൊണ്ട് യോശുവ പറയാണ്, നിങ്ങൾ ആരെ സേവിച്ചാലും. അവനൊരിക്കലും പറയുന്നില്ല നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു തീരുമാനം എടുക്കാം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി യഹോവയെ സേവിക്കണം വേണ്ടായോ എന്ന്. യഹോവയെ സേവിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ അല്ല, നിങ്ങൾക്ക് അങ്ങനെ അല്ല തോന്നുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ വേറൊരു ദൈവത്തെ ആരാധിക്കാമെന്നല്ല യോശുവ പറയുന്നത്.
ചോയ്സ് ഈസ് യുവേഴ്സ്. ഐ ഹാവ് മെയ്ഡ് മൈ ചോയ്സ്. ഞാൻ എൻ്റെ തീരുമാനം എടുത്ത് കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തീരുമാനം എടുക്കാം. ഇറ്റ് ഈസ് അപ് ടു യു. പക്ഷെ ഐ ഹാവ് ഡിസൈഡഡ് ദാറ്റ് ഐ വിൽ സെർവ് മൈ ഗാഡ്. നോട്ട് ജസ്റ്റ് മീ, ഐ ആൻഡ് മൈ ഫാമിലി, വി വിൽ സെർവ് ദ ലോർഡ്. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ തന്നെ സേവിക്കും. വി വിൽ സെർവ് ദ ലോർഡ്. ഞങ്ങൾക്ക് വേറൊരു ദൈവമില്ല, ഞങ്ങൾക്ക് വേറൊരു ദൈവം വേണ്ട. പ്രിയമുള്ളവരെ, തലമുറകളിലേക്ക് കൈമാറുവാൻ ഞാൻ വാസ്തവത്തിൽ ജോഷുവയുടെ കാര്യത്തിൽ ഹി വാസ് നോട്ട് ജസ്റ്റ് സേയിങ് ഇറ്റ്സ് അപ് ടു മീ. അവൻ പറയുന്നത് ഞാനും എൻ്റെ കുടുംബവുമോ അല്ലേ. ഹി വാണ്ടഡ് ടു സീ ദാറ്റ് ഹി ഈസ് സെർവിങ് ഗാഡ് വിത്ത് ഹിസ് ഫാമിലി. നമ്മൾ സേവിക്കുന്ന ദൈവത്തെ നമ്മുടെ മക്കളോട് സേവിക്കാൻ, നമ്മളുടെ തലമുറ സേവിക്കാൻ കൂടെ ഉണ്ടാവുന്നത്, അതാണ് വാസ്തവത്തിൽ ഏറ്റവും ഒരു നമ്മുടെ ജീവിതത്തിൻ്റെ സാറ്റിസ്ഫാക്ഷൻ. നമ്മുടെ ജീവിതത്തിൻ്റെ സാറ്റിസ്ഫാക്ഷൻ. 110 വയസ്സുള്ളവനായിട്ടാണ് യോശുവ മരിക്കുന്നത്. അവൻ പബ്ലിക്കായിട്ട് നിന്ന് പറയുകയാണ്, ജനങ്ങളോട് പറയാണ്, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇത് അവൻ ഒരു പ്രാവശ്യം പബ്ലിക്കിൽ പറഞ്ഞെങ്കിൽ 10,000 തവണ അവൻ വീട്ടിൽ പറഞ്ഞ കാര്യമായത്. അത് നിങ്ങൾ മറന്നു പോകരുത്. അല്ലാതെ ഒറ്റ ദിവസം പുറത്തു നിന്ന് പറയുന്ന കാര്യമല്ല. ഓരോ ദിവസവും അവൻ വീട്ടിൽ പറയുന്ന കാര്യമാണ്. കുഞ്ഞുങ്ങളെ, നമുക്കൊരു ദൈവമേ ഉള്ളൂ. നിൻ്റെ ചുറ്റുമുള്ളവരെല്ലാം കാളദൈവത്തിൻ്റെ പുറകെ പോയാലും, നിൻ്റെ ചുറ്റുമുള്ളവരെല്ലാം പണത്തിൻ്റെ പുറകെ പോയാലും, നിൻ്റെ ചുറ്റുമുള്ളവരെല്ലാം വിദ്യാഭ്യാസത്തിൻ്റെ പുറകെ പോയാലും, നമുക്കിന്ന് ഒത്തിരി ദൈവങ്ങളാണ്. നമുക്ക് കാളയായിരിക്കത്തില്ല, പാമ്പായിരിക്കത്തില്ല, എലിയായിരിക്കത്തില്ല, മയിലായിരിക്കത്തില്ല. പക്ഷേ നമ്മുടെ ദൈവങ്ങൾ ഇന്ന് പണവും വിദ്യാഭ്യാസവും. നമ്മൾ കുഞ്ഞുങ്ങളോട് ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നതെല്ലാം അവർ കേട്ടോണ്ടിരിക്കുകയാണ്. അവരെന്തുകൊണ്ടാണ്, എങ്ങനെ അവർക്ക് ദൈവത്തെ സേവിക്കാൻ, യഹോവയെ സേവിക്കാൻ പറ്റും? ഇഫ് യു സേ that money is everything, and if you are asking your children to serve God, they will say, പപ്പ പറഞ്ഞല്ലേ കാശില്ലാത്തവനെ ആർക്കും വേണ്ട ഇക്കാലത്ത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുകയാ, ഞാൻ കുറച്ച് കാശുണ്ടാക്കാൻ പോകുകയാ. കാര്യം നമ്മൾ വീട്ടിൽ ഇരുന്ന് പറഞ്ഞു കാശില്ലാത്തവനെ ആർക്ക് വേണം. നമ്മൾ ചെറിയ വാക്കാ പറഞ്ഞത്. ഇതൊക്കെ എല്ലാ വീട്ടിലും പറയുന്നതായോണ്ട് ഞാൻ പറയുന്നത്, പൈസ ഇല്ലാത്തവനെ ആർക്ക് വേണം. പൈസ ഇല്ലാത്തവനെ കർത്താവിന് വേണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചായിരുന്നെങ്കിൽ അവൻ കർത്താവിൻ്റെ പുറകെ പോയേനെ. പക്ഷെ കാശില്ലാത്തവനെ ആർക്ക് വേണമെന്ന് 10 പ്രാവശ്യം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ ജീവിതത്തിൽ അവൻ തീരുമാനമെടുത്ത കാര്യമുണ്ട്. കാശില്ലാത്തവനെ ആർക്കും വേണ്ട എങ്കിൽ ഞാൻ കാശുണ്ടാക്കി എല്ലാവർക്കും വേണ്ടുന്നവനാകും. തീരുമാനിച്ചു. കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ഈ കാലത്ത് വല്ലതും പഠിച്ചെങ്കിലേ വിദ്യാഭ്യാസമുള്ളവനെ മാത്രമേ സമൂഹം അംഗീകരിക്കത്തുള്ളൂ. അതുകൊണ്ട് പോയിരുന്ന് പഠിക്കട എന്ന് മാത്രമല്ല, വീട്ടിൽ പാസ്റ്റർ വന്നാൽ പോലും പിള്ളേരോട് സംസാരിക്കാൻ പാസ്റ്റർക്ക് പേടിയാണ്. കാര്യം അവരുടെ പഠിത്തത്തിന് വല്ലതും പറ്റുമെന്നുള്ളത്. അതിനുവേണ്ടി സോപ്പിട്ട് നമ്മൾ ഒത്തിരി വാക്കുകളെല്ലാം പറയും. പാസ്റ്റർ വരുമ്പോഴെങ്ങാനും പാസ്റ്ററോട് സംസാരിക്കാൻ പിള്ളേർ വന്ന ഉടനെ പറയുന്നത് എന്നാണെന്നറിയാമോ? മോനെ, നിനക്ക് പരീക്ഷയല്ലേടാ, നീ പോയിരുന്ന് പഠിക്കുക, പാസ്റ്റങ്ങൾ ഇപ്പോഴങ്ങ് പൊക്കോളൂ. അത് കേട്ടാൽ പിന്നെ എങ്ങനെ പോയിരിക്കുന്നേ? പാസ്റ്റങ്ങൾ ഇപ്പോഴങ്ങ് പൊക്കോളൂ, നീ പോയിരുന്ന് പഠിച്ചോ, പാസ്റ്റങ്ങൾ ഇപ്പോഴങ്ങ് പൊക്കോളൂ. അപ്പോൾ പിന്നെ നമ്മൾ നാച്ചുറലി പോലും അല്ലാതെ പിന്നെ എന്തോ ചെയ്യും അല്ലേ? എന്തെല്ലാം ഗിമ്മിക്സ് കാണിച്ച് ഈ വീട്ടിൽ അവൻ്റെ മനസ്സിൽ നമ്മൾ കൊടുത്തതെന്നറിയാമോ? എഡ്യൂക്കേഷൻ ഈസ് ഗാഡ് എന്നാണ്. മണി ഈസ് ഗാഡ്, എഡ്യൂക്കേഷൻ ഈസ് ഗാഡ്. സ്വാർത്ഥത വളർത്തി, സമൂഹത്തിൽ ഉന്നതനാകുവാനുള്ള മോഹം വളർത്തി, മത്സരം വളർത്തി. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ അവനൊരിക്കലും പറയാൻ പറ്റത്തില്ല ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ പറയട്ടെ, നമ്മളൊക്കെ വീടുകളിൽ 100 ദൈവങ്ങളെയാണ് മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് പിന്നെ അവർ യഹോവയെ സേവിക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് സേവിക്കാൻ കഴിയത്തില്ല. എന്നാൽ യോശുവയുടെ പ്രാരംഭ ദിവസം മുതൽ, ദൈവം അവന് കുഞ്ഞുങ്ങളെ കൊടുത്ത ദിവസം മുതൽ എൻ്റെ ചിന്ത, അവനെല്ലാ ദിവസവും കുഞ്ഞുങ്ങളോട് പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, മക്കളെ, നമുക്കൊറ്റ ദൈവമേ ഉള്ളൂ, യഹോവ ഏകൻ തന്നെ. അവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സേവിക്കേണ്ടതാകുന്നു. അതുകൊണ്ട് വി ആർ ഗോയിങ് ടു സെർവ് അവർ ഗാഡ്. അവൻ ഓരോ ദിവസങ്ങളിലും പറഞ്ഞതായ ആ കാര്യം ഒന്നുകൂടെ ഉറപ്പിച്ച് പറയാണ്, പൊതുജനത്തിന് മുമ്പിൽ പറയാണ്, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. എല്ലാവരും, ബാക്കിയുള്ള എല്ലാവരും ഏത് ദൈവത്തെ സേവിച്ചോട്ടെ, പക്ഷേ ഞങ്ങളെ അതിന് കിട്ടത്തില്ല. വി ആർ ഗോയിങ് ടു സെർവ് അവർ ഗാഡ്. ഒറ്റയ്ക്ക് നിൽക്കാൻ, കുടുംബമായി ഒരുമിച്ച് നിൽക്കാൻ അവർ തീരുമാനമെടുത്തിരിക്കുന്നതായ ഒരു ഘടകം. സോ വി നീഡ് ടു സ്റ്റാൻഡ് ഫോർ ഗാഡ്.
ദൈവത്തിന് വേണ്ടി നിൽക്കാൻ. ഒരു പക്ഷേ നമ്മുടെ എല്ലാ സാഹചര്യങ്ങളും എതിരായിരിക്കും. എല്ലാ സാഹചര്യങ്ങളും. ഏലിയാവിൻ്റെ കാര്യം എടുത്ത് നോക്കുക. കർമ്മേലിൻ്റെ കൊടുമുടിയിൽ യഹോവയ്ക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുവാൻ അവൻ തയ്യാറാവുകയാണ്. ഹി വാസ് റെഡി ടു സ്റ്റാൻഡ് ഫോർ ഗോഡ്. കർത്താവിന് വേണ്ടി നിൽക്കുവാൻ അവന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അവൻ വെല്ലുവിളിച്ച് പറയാണ്, ആരാണ് യഥാർത്ഥ ദൈവം? യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ നിങ്ങളുടെ ദൈവങ്ങളെ സേവിച്ചു കൊള്ളുവിൻ എന്ന് യോശുവ പറഞ്ഞതുപോലെ തന്നെ ഒരു വാക്കാണ് ഏലിയാവ് ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്. എന്ത്? നിങ്ങൾ 2 തോണിയിൽ എത്രത്തോളം കാൽ വയ്ക്കും? യഹോവ ദൈവമെങ്കിൽ അവനെ പിൻപറ്റുവിൻ, അല്ല ബാൽ എങ്കിൽ അവനെ. ഒരു വലിയ വെല്ലുവിളിയാണ്. യഹോവ ദൈവമെങ്കിൽ അവനെ പിൻപറ്റുവിൻ, അല്ല ബാൽ എങ്കിൽ അവനെ. നമുക്ക് നോക്കാം ആരാണ് യഥാർത്ഥ ദൈവമെന്ന്. അവന് ഭയങ്കരമായിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ദൈവന് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ളത്. ആൻഡ് വാട്ട് ഹാപ്പൻസ്, യു നോ ദ സ്റ്റോറി. അവിടെ അവൻ ഒറ്റയ്ക്ക്, ഒരു സൈഡിൽ 450 ബാലിൻ്റെ പ്രവാചകന്മാർ, മറു സൈഡിൽ ഏലിയാവ് മാത്രം. പല സമയത്തും ഇതുപോലെയുള്ള നമ്മൾ മിഖയാവിൻ്റെ ചരിത്രത്തിൽ നമ്മൾ ഇതേ കാര്യമാണ് കാണുന്നത്. എന്ത്? 400 പ്രവാചകന്മാർ രാജാവിന് ഇഷ്ടമുള്ളത് പ്രവചിച്ചു കൊണ്ട് നടന്നപ്പോൾ ഒറ്റയ്ക്ക് നിന്നവനായ മിഖയാവിൻ്റെ കാര്യം നമ്മൾ കണ്ടത്. ഇവിടെ 450 പ്രവാചകന്മാർ ബാലിന് വേണ്ടി ആരാധന കഴിക്കുമ്പോൾ യഹോവയ്ക്ക് വേണ്ടി ഒറ്റയ്ക്ക് നിന്ന് വീര്യം പ്രവർത്തിക്കുന്നവനായ ഏലിയാവ്. വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇവിടെ നേരത്തെ ഉള്ളൊരു പ്രവചനത്തിൻ്റെ ഒരു ചെറിയ കാര്യം പോലെയല്ല ഇവിടെ. എന്താണ്? ഇറ്റ് സംതിങ് ഒരു വലിയൊരു ആ ചാലഞ്ച് എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ഇവൻ എന്ത് ചെയ്യേണ്ടി വരികയാണ്? ബാൽ ദൈവമാണെന്ന് തെളിഞ്ഞു പോയാൽ ഇവൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഇവനും കൂടെ ബാലിനെ സേവിക്കേണ്ടി വരും. പക്ഷെ അവൻ അറിയാമായിരുന്നു, അവന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോൺഫിഡൻസിൻ്റെ പ്രത്യേകത. ഹി ന്യൂ ദാറ്റ് ഗോഡ് ഈസ് ഗോയിങ് ടു ഗിവ് ഹിം ആൻസർ. ഭയങ്കരമായ ബോധ്യം. ഈ സെഷനിൽ നമ്മൾ വീണ്ടും വേറൊരു വ്യക്തിയെ പരിചയപ്പെടുത്തുകയാണ്. ഇറ്റ് ഇസ് ജെറമയ. ഓൾഡ് ടെസ്റ്റമെൻറ്റ് പ്രോഫറ്റ്സിൽ ഒരു പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആൾ ജെറമയാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആൾ. അത് മറ്റൊന്നും കൊണ്ടല്ല, ജെറമയുടെ അത്രയും ബോൾഡായിട്ട് ഇടപെടുന്ന ഒരു പ്രോഫറ്റിനെ ഞാൻ കണ്ടിട്ടില്ല. ഭയങ്കര ബോൾഡായിട്ട്. അതിൻ്റെ തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാലയളവിലും രാഷ്ട്രീയ നേതൃത്വം അവന് എതിരായിരുന്നു. എല്ലാവരും അവനെതിരായിരുന്നു. യെശയ്യാവും അതുപോലെയുള്ള പ്രോഫറ്റ്സും ഒക്കെ എന്താ, രാജാക്കന്മാരുടെ സൗഹൃദം അവർക്ക് പലപ്പോഴും കിട്ടിയിട്ടുണ്ട്. ഓഫ് കോഴ്സ് ദേ വെർ വണ്ടർഫുൾ പ്രോഫറ്റ്സ്. ഞാൻ എതിരൊന്നും പറയുന്നില്ല. പക്ഷേ ജെറമയുടെ കാര്യം അതല്ല. അവൻ എല്ലായ്പ്പോഴും പീഡിപ്പിക്കപ്പെട്ട പ്രോഫറ്റായിരുന്നു. എല്ലായ്പ്പോഴും പീഡിപ്പിക്കപ്പെട്ട പ്രോഫറ്റ്. പക്ഷേ എല്ലാ രീതിയിലും എതിരായി എല്ലാ കാര്യങ്ങളും എതിരായി വന്ന സമയത്തും ഹി വാസ് സ്റ്റാൻഡിങ് അലോൺ. അവൻ ഒറ്റയ്ക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി നിൽക്കുന്നത് തന്നെയല്ല, അവൻ്റെ സ്ട്രഗിൾസ് he was, you know, I love Jeremiah because he was a normal person. He was not an extraordinary person. He was a normal person. അവന് ഒത്തിരി സ്ട്രഗിൾസ് ഉണ്ട്. അവൻ്റെ സ്ട്രഗിൾസ് ദൈവത്തിൻ്റെ സന്നിധി പറയാനും അവന് മടിയില്ല. അവൻ ശരിക്കും അനുഭവിക്കുന്ന സ്ട്രഗിൾസൊക്കെ അവന് he was a human being. എന്താണ് പല സമയത്തും ഉണ്ടാകുന്ന ഒരു ചിന്ത, ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മളൊരു സൂപ്പർ ബീയിങ് ആണെന്നുള്ള നിലയിലാണ് പലപ്പോഴും നമ്മളുടെ ഇടപെടലുകൾ. പക്ഷേ ജെറമയ അങ്ങനെ ഒരു സൂപ്പർ ബീയിങ് ആയിട്ടൊന്നും ഇടപെടുന്നൊന്നുമില്ല. അവൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ അവൻ എന്ത് ചെയ്യുന്നുണ്ട്? ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി പറയുന്നുണ്ട്. അവന് ആക്ട് ചെയ്യുന്നില്ല, അവൻ അഭിനയിക്കുന്നില്ല. നമ്മുടെ ഈ കാലയളവിലുള്ള വലിയൊരു പ്രശ്നം, ഇല്ലാത്ത ആത്മീയം അഭിനയിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആളുകളെ അങ്ങ് പ്രേരിപ്പിക്കുകയും നമ്മളതിൻ്റെ ഭാഗമായി തീരുകയും ചെയ്യുകയാണ്. നമുക്ക് ഫീൽ ചെയ്യാത്ത കാര്യം കൂടെ അങ്ങ് പറയുകയാണ്. അതായത് എക്സ്ട്രീം ലെവലിൽ എല്ലാ കാര്യങ്ങളും പറയാൻ നമ്മളങ്ങ് പഠിച്ചുപോയി. അതിനകത്ത് നമ്മളൊരു എന്താണ്, അത് ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മുടെ പരാജയങ്ങൾ നമുക്ക് പുറത്തു പറയാൻ ഒരിക്കലും ഇഷ്ടമില്ല. പരാജയങ്ങൾ പുറത്തു പറയാനായിട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ആഫ്രിക്കയിലുണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായി. ബോഡി പ്രോബ്ലംസ്, ശരീരത്തിൻ്റെ പ്രശ്നം. ഞാൻ വളരെ ഇൻറ്റീരിയർ ആയിട്ടുള്ള മൊസാംബിക്കിൽ വളരെ ഇൻറ്റീരിയർ ആയിട്ടുള്ളൊരു സ്ഥലത്തായിരുന്നു. അങ്ങനെ ഇൻറ്റീരിയർ ആയിട്ടുള്ള ആ സ്ഥലത്ത് വെച്ച് എനിക്ക് ഐ ഹാഡ് സം ഫീവർ. അവിടെ നിന്നുള്ള ഒരു ഫീവർ എനിക്ക് വന്നു. ഞാനൊരു ആൻറ്റിബയോട്ടിക്കൊക്കെ എടുത്തു. അതിനുശേഷം അസുഖം കുറഞ്ഞെന്നൊക്കെ ഉള്ള ഒരു ചിന്തയിൽ ഞാൻ പിന്നെ പോയത് ഏകദേശം ടൗണിൽ നിന്ന് 250 കിലോമീറ്റർ ദൂരെ വനത്തിനകത്തൂടെ കയറി പോകുന്ന മകാൻചട്ടി കോസ്റ്റ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. അവിടെ ചെന്ന് അവിടെ പാസ്റ്റേഴ്സിന് വേണ്ടി ഒരാഴ്ചത്തെ ക്ലാസ് എടുക്കുകയാണ്. അപ്പോഴത്തേക്ക് എൻ്റെ ഫീവർ ഭയങ്കരമായിട്ട് കൂടി.
ബോഡി ഭയങ്കരമായിട്ട് പെയിനായി, യൂറിനറി ഇൻഫെക്ഷനായി, വോമിറ്റ് ചെയ്യാൻ വരുന്നു. പക്ഷേ വോമിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കഴിക്കാൻ പറ്റുന്നില്ല, കിടക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല. ക്ലാസ് എടുക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞാലും എവറി 10 minutes എനിക്ക് യൂറിൻ പാസ് ചെയ്യാൻ തോന്നുന്നുണ്ട്, പക്ഷേ പോകത്തില്ല. സ്ട്രഗിളിങ്, നിൽക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല. അവിടെ നോക്കിയപ്പോഴത്തേക്ക് ഒരു ഫാർമസി ഇല്ല, ഹോസ്പിറ്റലില്ല, മരുന്ന് വാങ്ങിക്കാൻ മാർഗ്ഗമില്ല. അസുഖമൊക്കെ തീർന്നെന്ന് വെച്ച് ചെന്നതാണ്. പിന്നെയും എനിക്ക് ഇതായി ഭയങ്കര പ്രോബ്ലമായി. തന്നെയല്ല, ആരോടാണ് ഒന്ന് പറയുന്നത്? ഫോണില്ല. ആരെങ്കിലും എനിക്ക് വേണ്ടി മലയാളത്തിലൊന്ന് പ്രാർത്ഥിച്ചായിരുന്നെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു. പക്ഷേ ഇവന്മാരോട് സംസാരിച്ച് കഴിഞ്ഞാൽ ഇവന്മാർ പ്രാർത്ഥിച്ചാൽ തന്നെ പോർച്ചുഗീസിലാണ് പ്രാർത്ഥിക്കുന്നത്. ഇംഗ്ലീഷ് പോലും ഇവന്മാർക്ക് അറിയത്തുമില്ല. ഇംഗ്ലീഷിലെങ്കിലും ആരെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായി. ഞാൻ ഭയങ്കരമായിട്ട് ഏകാന്തത അനുഭവിച്ചു. ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ സാധാരണ രീതിയിലൊന്നും അങ്ങനെ രോഗത്തിൻ്റെ പേരിലൊന്നും കരയും. പക്ഷേ എനിക്ക് അതുപോലെ മെൻ്റൽ ആഗണി തന്നെയൊന്നുമല്ല. ശരിക്കും ഞാൻ ഒറ്റപ്പെടുത്തപ്പെട്ടു പോയ ശരിക്കും ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയാണ്. ആരാ ഉള്ളത്? ആരുമില്ല. ഫോണില്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഒരിക്കൽ ഫോൺ ചെയ്ത് ഇങ്ങനെ എന്തോ റേഞ്ച് കയറി വന്നപ്പോൾ എബി എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫോണിൻ്റെ ഒരു മിസ് കോൾ കണ്ടു. അവൻ ഇനിയും വിളിക്കുമായിരിക്കുമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു. തിരിച്ചു വിളിച്ചിട്ട് കിട്ടിയില്ല. രാത്രിയിൽ എന്തോ ചെയ്യുന്നത്, ഒരു ദിവസമല്ല 2 ദിവസമല്ല, ഇറ്റ് വാസ് ഡേയ്സ് ആൻഡ് ഫൈനലി ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചു. കിടന്ന കൂട്ടത്തിൽ കിടന്നു പറഞ്ഞാൽ ഉറക്കമൊന്നും വരുന്നൊന്നുമില്ല. 3 മണി 3:30 ആയപ്പോൾ ദൈവം എന്നോട് ഒരു വാഗ്ദത്തം തന്നു. നമ്മുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് കണ്ട മിസ്രൈമിനെ നീ ഇനി നാളെ കാണുകയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നാളെ രാവിലെ എന്താണെങ്കിലും അസുഖമില്ലാതെ എണീക്കാമല്ലോ. കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ട്, ഇന്ന് കണ്ട മിസ്രൈമിനെ നീ നാളെ കാണുകയില്ല. പക്ഷേ പിറ്റേ ദിവസം എഴുന്നേറ്റപ്പോൾ മിസ്രൈമിന് അതിനേക്കാൾ ശക്തിയോടെ തന്നെ അവിടെ ഉണ്ട്. അപ്പോഴെനിക്ക് ഫീൽ ചെയ്യുന്നത് ദൈവം കൂടെ എന്നെ കൈവിട്ട് കളഞ്ഞെന്ന്. കാര്യം ദൈവം ഒരു എപ്പോഴും ഒരാൾ കൈവിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പറഞ്ഞ വാക്ക് പാലിക്കാതെ വരുമ്പോഴല്ലേ അല്ലേ? അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞ വാക്ക് പോലും പാലിച്ചില്ല. ഞാൻ ആകപ്പാടെ തകർന്നു പോയി. ഞാൻ എന്താ നീ കാണിക്കുന്നേ? ഞാനെങ്ങനെ പിടിച്ചു നിൽക്കുന്നത്? എനിക്ക് ഭയങ്കരമായിട്ടുള്ള വേദനയായി, ഭയങ്കരമായിട്ടുള്ള പ്രശ്നമായി. പക്ഷേ ഐ താങ്ക് ഗോഡ്, ബിക്കോസ് ഈ ക്രോസൊക്കെ എന്താണെന്നുള്ളത് അറിയണമെന്നൊക്കെ എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ക്രോസൊക്കെ മൊത്തമായിട്ട് തന്നാൽ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? അതിൻ്റെ ഇച്ചിരി കോണിൽ നിന്ന് മുറിച്ച്, നമ്മൾ ഈ അലുവൊക്കെ വാങ്ങിക്കാൻ ചെല്ലുമ്പം ടേസ്റ്റ് ചെയ്യാൻ ഇച്ചിരി മുറിച്ച് തരുമല്ലോ, കൊള്ളാമെങ്കിൽ പിന്നെ വാങ്ങിക്കാൻ പറഞ്ഞു പോലെ കർത്താവ് പറഞ്ഞു, നീ ക്രോസ് എക്സ്പീരിയൻസ് ഒക്കെ പഠിക്കാനിരിക്കുകയല്ലേ, ഇന്ന് ഇച്ചിരി ഒന്ന് പിടിച്ചോ. ക്രോസിൽ ഇതൊക്കെയാണ് വാസ്തവത്തിൽ കർത്താവ് അനുഭവിക്കുന്നത്. എന്താ? കൈവിടപ്പെട്ടു എന്ന് പറയുന്ന ഒരു സ്റ്റേജ്. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് ഇല്ലേ? അതൊക്കെയാണല്ലോ ഫീൽ ചെയ്യുന്നത്. അത് തന്നെയല്ല, ഞാനോ മനുഷ്യനല്ല, ഒരു കൃമി അത്രേ. അപ്പം ഞാൻ സാജു ആണോ എന്നുള്ള സംശയം പോലുമായി എനിക്ക്. എൻ്റെ വൈഫ് ഒരിക്കൽ ടെലിഫോൺ കിട്ടിയപ്പോൾ ചോദിച്ചു, എങ്ങനെയുണ്ട് അവിടെ മിനിസ്ട്രി? ഞാൻ പറഞ്ഞു, അല്ല സ്മിത്ത് വിഗിൾസ്വർത്തിൻ്റെ മിനിസ്ട്രി വല്ലതും ഉണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, സ്മിത്ത് വിഗിൾസ്വർത്തിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. പുള്ളിക്ക് പൈൽസിൻ്റെ അസുഖമായിരുന്നു, എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ ആണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. ഐ ഡോണ്ട് ഫീൽ എനിത്തിങ്. പിന്നെ ഫോണും കട്ടായി. അപ്പോൾ സ്മിത്ത് വിഗിൾസ്വർത്തിൻ്റെ ലൈഫിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി എനിക്ക് അറിയാം. ഞാൻ പറഞ്ഞത് ഐ ലവ് ഹിസ് ലൈഫ്. അതിനകത്തൊരു പ്രത്യേകത, അദ്ദേഹം പ്രാർത്ഥിച്ച ആരും സൗഖ്യമാകാതിരുന്നിട്ടില്ല. ചരിത്രത്തിൽ അദ്ദേഹം പ്രാർത്ഥിച്ച ആർക്കും സൗഖ്യമാകാതിരുന്നതായിട്ട് ചരിത്രമില്ല. പക്ഷേ ഹി ഹിംസെൽഫ് വാസ് സിക്ക്. അദ്ദേഹം ഒരു സിക്കായിട്ടുള്ള പേഴ്സണായിരുന്നു. അദ്ദേഹം പ്രാർത്ഥിച്ച എല്ലാവരും സൗഖ്യമാകുന്നുണ്ട്, പക്ഷേ അദ്ദേഹം സിക്കായിട്ടുള്ളൊരു പേഴ്സണായിരുന്നു. പൈൽസിൻ്റെ ഭയങ്കരമായിട്ടുള്ള അസുഖം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ആൻഡ് ഓൾസോ അദ്ദേഹത്തിന് ഡെഫ് ആൻഡ് ഡംബായിട്ടുള്ള ഒരു മോളുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഞാനൊരു 1000 വട്ടം അവളുടെ മുഖത്ത് നോക്കി അവളിലുള്ള ഊമയും ബധിരയുമായ ആത്മാവിനെ ശാസിച്ചകറ്റാൻ നോക്കിയിട്ടുണ്ട്, ഒന്നും സംഭവിച്ചിട്ടില്ല. അതിന് അദ്ദേഹം പറഞ്ഞത്, ഓരോ സമയത്തും കർത്താവ് എന്നോട് പറഞ്ഞു, യു ആർ ജസ്റ്റ് സ്മിത്ത് വിഗിൾസ്വർത്ത്, നോബഡി എൽസ്. കർത്താവ് എപ്പോഴും പറഞ്ഞു, നീ വെറും സ്മിത്ത് വിഗിൾസ്വർത്താ. അത് ബോധ്യപ്പെടുത്താനായിട്ട് ഊമയും ബധിരയുമായ ഒരു മകളെ കർത്താവ് കൊടുത്തിരുന്നു. പക്ഷേ ഞാൻ സാജുവാണെന്ന് പോലുമുള്ള ചിന്ത എനിക്കില്ലാത്ത പോലെ എൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് ഐ ഫെൽറ്റ് ദാറ്റ് ഐ എം ജസ്റ്റ് എ വേം, ബിക്കോസ് ഐ വാസ് ഹെൽപ്ലെസ് ടോട്ടലി. പിന്നെ ഈ മീറ്റിംഗ് കഴിഞ്ഞ് 250 കിലോമീറ്റർ വന്നിട്ടാണ് എനിക്കൊരു മെഡിസിൻ വാങ്ങിക്കാൻ പറ്റുന്നത്. ഐ വാസ് റിയലി സ്ട്രഗിളിങ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ബാംഗ്ലൂരിലുള്ള എൻ്റെ കുറച്ച്
പാസ്റ്റേഴ്സായിട്ടുള്ള സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിനകത്ത് എൻ്റെ അടുത്ത ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു, എന്നാലും സാജു ഈ വേദനയുടെയും പ്രയാസത്തിൻ്റെയും ഒക്കെ ഇടയ്ക്കും ഉയർന്നു വരുന്ന ഒരു ആത്മീയ ചൈതന്യം നമുക്ക് അനുഭവിക്കാൻ പറ്റിയില്ലേ? ഞാൻ പറഞ്ഞു, എനിക്കൊന്നും പറ്റിയില്ല. അപ്പം നമ്മുടെ പ്രശ്നം ഇതിൻ്റെ ഉള്ളിലും നുരഞ്ഞു പൊന്തി വരുന്ന ആത്മീയമായ ചൈതന്യത്തെക്കുറിച്ചൊക്കെ പ്രസംഗിക്കുമ്പോഴാണ് ആളുകൾ ആത്മാവിലാകുന്നത്. പക്ഷെ അത് വാസ്തവമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ജെനുവിനാകാനായിട്ട് പഠിക്കണം. നമ്മൾ ജെനുവിനാകാനായിട്ട് പഠിക്കണം. അല്ലാതെ വലിയ ആൾ കളിക്കാനും ഒന്നും അല്ല നമ്മൾ പഠിക്കേണ്ടത്. ദൈവസന്നിധി നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? ജെനുവിനായിരിക്കണം. അതുകൊണ്ടാണ് ജെറമയ എനിക്കിഷ്ടം. ജെറമയ വാസ് ജെനുവിൻ. അവൻ വളരെ ജെനുവിനായിട്ട് ദൈവത്തെ സേവിച്ച ഒരു വ്യക്തിയാണ്. അവൻ ഒരു ഗിമ്മിക്സും കളിക്കുന്നില്ല. അവന് ദൈവസന്നിധി തോന്നുന്ന കാര്യങ്ങളൊക്കെ അവൻ വിളിച്ചു പറയാൻ അവനൊരു മടിയുമില്ല. നമ്മൾ ജെറമയയുടെ പുസ്തകം 15-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ അവൻ ശരിക്കും പറയുന്ന ചില ഭാഗങ്ങളുണ്ട്. അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ, എൻ്റെ വേദന നിരന്തരവും എൻ്റെ മുറിവ് പൊറുക്കാതെ വണ്ണം വിഷമവും ആയിരിക്കുന്നത് എന്ത്? നീ എനിക്ക് ചതിക്കുന്ന തോടും വറ്റിപ്പോകുന്ന വെള്ളവും പോലെ ആയിരിക്കുമോ? അവൻ ചോദിക്കുക, കർത്താവ് നീ എന്നെ ചതിച്ചതെന്നാ ചോദിക്കുന്നത് അല്ലേ? നീ എന്നെ ചതിക്കാനുള്ള കാര്യം എന്താ? സോ വാട്ട് ഹി ഫെൽറ്റ് ഹി വാസ് എക്സ്പ്രസിങ്. പക്ഷെ നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ പോലും പുറത്ത് പറയരുതെന്നാണ് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, നമ്മളുള്ള കള്ളത്തരങ്ങളെല്ലാം പറയും. കർത്താവിന് വേണ്ടി ആയിരിക്കും, പക്ഷെ കർത്താവിന് വേണ്ടിയാണെങ്കിലും കള്ളത്തരം പറയാൻ കർത്താവ് ഉദ്ദേശിക്കുന്നില്ല. ചോദ്യങ്ങൾ ചോദിക്കരുതെന്നാണ് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന മറ്റൊരു കാര്യം. ഞാനൊരിക്കൽ നമ്മുടെ ഒരു സുഹൃത്ത്, എൻ്റെ ഒരു സുഹൃത്ത്, ഒരു പയ്യൻ, അവൻ്റെ പപ്പ മരിച്ച സമയത്ത് ഞാനിവിടെ ഇല്ലായിരുന്നു, പുറത്തായിരുന്നു. ഞാൻ അവിടെ നിന്ന് വന്നു കഴിഞ്ഞ് അവന് ഇങ്ങനെ പറഞ്ഞു, അച്ഛാ അപ്പച്ചായി എന്ന് അവൻ വിളിക്കുന്നത്. അപ്പച്ചായി മരിച്ചതിനകത്ത് എനിക്ക് ഓഫ് കോഴ്സ് ദാറ്റ് ഹാപ്പൻ. ബട്ട് മൈ ക്വസ്റ്റ്യൻ, ലോകത്തിലുള്ള എല്ലാവരും എൻ്റെ പപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ എന്നിട്ടും കർത്താവ് എന്താ പ്രാർത്ഥന കേൾക്കാഞ്ഞത്? എന്നിട്ട് പറഞ്ഞു, നമുക്ക് ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാനോട് ചോദിച്ചു, മോനെ ആരാ നിന്നോട് പറഞ്ഞ ചോദ്യങ്ങൾ ചോദിക്കരുതെന്ന്? അല്ല, അങ്ങനെയല്ലേ എല്ലാവരും പറയുന്നത്. ഞാൻ പറഞ്ഞു, എല്ലാവരും പറയുന്നത് നീ കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. നിനക്ക് ചോദ്യം ചോദിക്കാൻ തോന്നുന്നെങ്കിൽ ചോദിച്ചു. ആണോ വെച്ചാൽ? അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുമോ കർത്താവിനോട്? ഞാൻ പറഞ്ഞു, വൈ നോട്ട്? അത് കർത്താവിനോട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശരിയാണോ? ഞാൻ പറഞ്ഞു, എന്തുകൊണ്ടല്ല? ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശരിയല്ലെങ്കിൽ അതിൻ്റെ പേര് ദൈവം ശിക്ഷിക്കുമെങ്കിൽ ആദ്യം ശിക്ഷിക്കേണ്ടത് അവൻ്റെ സ്വന്തം പുത്രനെയാണ്. ക്രൂശിൽ കിടന്നുള്ളവൻ ചോദിക്കുന്ന ചോദ്യം കേട്ടില്ലേ, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? അവൻ്റെ ഫീലിംഗാണ്. അപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യം ദൈവസന്നിധിയിൽ പറയാൻ പോലും സമ്മതിക്കാത്ത രീതിയിൽ നമ്മുടെ ആത്മീയത ഒരു കപട ആത്മീയതയായിട്ട് പോയിരിക്കുന്നുള്ളതാണ്. ഇഫ് യു ഫീൽ ഇറ്റ്, യു ജസ്റ്റ് ആസ്ക്. കർത്താവിനോട് ചോദ്യം ചോദിക്കണം തോന്നുന്നു, ചോദിച്ചോ. പിന്നെ ഉത്തരം കിട്ടണമെന്ന് നിർബന്ധം പിടിക്കരുത്. കാര്യം ഉത്തരം ഇല്ലാത്തത് കൊണ്ടല്ല, ഉത്തരം നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. നമുക്ക് ഉത്തരം ദൈവത്തിനുണ്ട്, പക്ഷേ ഉത്തരം മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള ആ മെച്യൂരിറ്റി നമുക്ക് പലപ്പോഴും ഉണ്ടായിട്ടില്ല. ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, 3 വയസ്സുള്ള എൻ്റെ മോള് എന്നോട് ചോദിക്കുകയാണെന്ന് വെച്ചു, അപ്പോൾ ഈ പ്ലെയിൻ എന്നെ മോളിൽ ചെന്നിട്ട് അവിടെ തന്നെ അങ്ങ് നിൽക്കുന്നേ. ഞാനാണ് ഇന്നുള്ളൊരു കല്ലെടുത്ത് മുകളിലോട്ട് എറിഞ്ഞപ്പോൾ ദേണ്ടത് താഴോട്ട് വരുന്നു. പിന്നെ പ്ലെയിൻ മാത്രം എന്നാ ഈ മോളിൽ ചെന്നിട്ട് താഴോട്ട് വരാത്തെ? പ്ലെയിൻ എന്താ മോളിൽ നിന്ന് താഴോട്ട് വരാത്തത്? 3 വയസ്സേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഞാനെന്താ പറയും? അപ്പനോടാന്നോടി ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഞാൻ പിടിച്ച് 2 പൊട്ടിൽ കൊടുക്കുമോ? ഒന്നുമില്ല. ഞാനെന്ത് പറയും? അത് മോളെ, ഈ മാസും എന്താണ് വസ്തുവിൻ്റെ ഭാരവും അതിൻ്റെ സ്പീഡും തമ്മിലുള്ള അനുപാതം വെച്ച് നോക്കുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഫിസിക്സ് എല്ലാം കൂടെ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ നോക്കുമോ? 3 വയസ്സുള്ള കൊച്ചിന് ഈ സ്പീഡും വെലോസിറ്റിയും ഒന്നും പറഞ്ഞാലൊന്നും അതിന് മനസ്സിലാകത്തില്ല. പിന്നെ ഞാനെന്താ പറയും? അത് മോളെ പണ്ട് പ്ലെയിൻ ഉണ്ടായപ്പോൾ തൊട്ടേ അങ്ങനെ, അത് മോളിൽ പോയി അവിടെ തന്നെ നിൽക്കും എന്നൊക്കെ പറയും. എന്തുകൊണ്ടാണ്? ഇതിൻ്റെ ഫിസിക്സ് എനിക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ടായിരിക്കില്ല. എന്താണ്? ഇതിൻ്റെ ഫിസിക്സ് മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള മെച്യൂരിറ്റിയിലേക്ക് 3 വയസ്സുള്ള എൻ്റെ കൊച്ച് വളർന്നിട്ടില്ല. എന്നാലും കൊച്ച് ചോദ്യം ചോദിക്കുന്നതിനകത്ത് എനിക്ക് സങ്കടമൊന്നുമില്ല. ഞാൻ പറയത്തേ ഉള്ളൂ, കൊള്ളാമല്ലോ നീ അല്ലേ എന്നേ മനസ്സിൽ തോന്നത്തുള്ളൂ. വി ലവ് ഇറ്റ്.
അതുകൊണ്ട് യു ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ്, നോ ഡൗട്ട്. പക്ഷേ ദൈവസന്നിധി നമ്മൾ ജെനുവിൻ ആകുവാനായിട്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ് ഈ കാലയളവിൽ ആവശ്യമായിരിക്കുന്ന കാര്യം. ജെറമയായുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നതാണ്, ഹി വാസ് ജെനുവിൻ, ഹി വാസ് റിയൽ. നമുക്കും അതാ തീരുമാനിക്കണം, ഞാൻ ദൈവസന്നിധി റിയൽ ആയിരിക്കണം. ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുന്നതിൻ്റെ തന്നെ അർത്ഥം എന്താണ്? നമുക്ക് ദൈവത്തോട് നല്ലൊരു റിലേഷൻ ഉള്ളതുകൊണ്ടല്ലേ. എനിക്ക് യോനായോട് ഭയങ്കര ഇഷ്ടമാണ്. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ, യോന മനസ്സിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറയുന്ന പാർട്ടിയായിരുന്നു കർത്താവിനോട്, ഇല്ലേ? യോനായോട് കർത്താവ് ചോദിച്ചു, നീ കോപിക്കുന്നത് വിഹിതമോ? വിഹിതമാണോന്നോ? ഞാൻ ചത്താലും എൻ്റെ കോപം പോകത്തില്ല. അതാ അവൻ്റെ മനസ്സിൽ തോന്നിയത്. അതിന് പകരം കോപിക്കുന്ന വിഹിതമാണെന്ന് ചോദിച്ചാൽ, അല്ല കർത്താവേ, ഞാൻ കോപിക്കുന്നത് വിഹിതമാണോ എന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞു. അല്ല, അവൻ പറഞ്ഞു, യെസ്, എനിക്ക് കോപം വരുന്നുണ്ട്. ഇസ്രായേൽ മക്കളുടെ സങ്കീർത്തനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നറിയാമോ? സങ്കീർത്തനങ്ങൾ എഴുതുന്ന സങ്കീർത്തനത്തിൻ്റെ രചയിതാക്കൾ ദേ വർ റിയൽ പീപ്പിൾ. അവർ ദൈവത്തിൻ്റെ സന്നിധി ചെന്ന് എന്തും പറയാൻ മടിയില്ല. അവരുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ പറയാൻ അവർക്ക് ഒരു മടിയില്ല. അവർ പച്ചയായ മനുഷ്യരായിരുന്നു. അതുകൊണ്ടാണ് അവർ എന്ന് പറയുന്നത്, നിൻ്റെ കുഞ്ഞുങ്ങളെ പാറമേൽ അടിച്ചു കൊല്ലുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അതായത് അവൻ്റെ മനസ്സിൽ ആ വിദ്വേഷം, കർത്താവിൻ്റെ ജനതയോട് മറ്റുള്ള മനുഷ്യർ ഇടപെടുന്നതായ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലുണ്ടാകുന്ന വിദ്വേഷം, ആ വിദ്വേഷം നല്ലതാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ ഉള്ള വിദ്വേഷം എക്സ്പ്രസ് ചെയ്യാതിരിക്കുന്നതും നല്ലതല്ല. പിന്നെ എക്സ്പ്രസ് ചെയ്യുന്നത് എവിടെയാണെന്നുള്ളതാണ് വിഷയം. എവിടെയാണ്? ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. അല്ലാതെ അവൻ്റെ പിള്ളേരെ പാറമേൽ അടിച്ചു കൊല്ലുന്നവൻ ഭാഗ്യവാൻ എന്ന് മനസ്സിൽ തോന്നിയപ്പോൾ നേരെ അവൻ്റെ അടുത്ത് എന്നല്ല പറഞ്ഞത്, നിൻ്റെ പിള്ളേരെ പാറമേൽ അടിച്ചു കൊല്ലുന്നവൻ ഭാഗ്യവാൻ എന്ന് അവൻ്റെ അടുത്തല്ല ചെന്ന് പറഞ്ഞത്. എവിടെ ചെന്ന് പറഞ്ഞത്? ദൈവത്തിൻ്റെ സന്നിധിയിൽ. അവൻ്റെ ഹൃദയത്തിൻ്റെ എല്ലാ വികാരങ്ങളും അവൻ ഇറക്കി വെക്കാനായിട്ട് പച്ചയായിട്ട് ഓടിച്ചെല്ലുന്ന സ്ഥലമാണേത്? ദൈവത്തിൻ്റെ സന്നിധി എന്ന് പറയുന്നത്. ഇന്നും വാസ്തവത്തിൽ നമ്മൾ അത് പഠിക്കണം. നമ്മുടെ ഹൃദയത്തെ ഇറക്കി വയ്ക്കാനായിട്ട്, നമ്മുടെ വികാരങ്ങളെ ഇറക്കി വയ്ക്കാൻ പച്ചയായിട്ട് ദൈവത്തിൻ്റെ മുമ്പിലെങ്കിലും കള്ളത്തരം പറയുന്നത് നിർത്തണം. ബാക്കി എല്ലായിടത്തും നമ്മൾ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ മുമ്പിലെങ്കിലും കള്ളത്തരം പറയുന്നത്. എന്തിനു വേണ്ടിയാണ് കള്ളം പറയുന്നത്? ബി ജെനുവിൻ. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. ജെറമയായുടെ കാര്യത്തിൽ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്, ഹി വാസ് ജെനുവിൻ. എന്നാൽ അവൻ ജെനുവിൻ ആണെന്ന് തന്നെയല്ല, ജെനുവിൻ ആണെന്നതുകൊണ്ട് ഈ ബാക്കിയുള്ള അവൻ്റെ ജെനുവിനിറ്റിയുടെ ഒരു പ്രത്യേകത നമുക്ക് മനസ്സിലാക്കണം. ആ ജെനുവിനിറ്റി എന്താണ്? അവൻ ദൈവസാന്നിധ്യത്തിൽ നിന്ന് ഒളിച്ചു പോകാനോ മാറിപ്പോകാനോ ഒന്നുമല്ല അവൻ ഉപയോഗിക്കുന്നത്. വീണ്ടും ദൈവത്തോട് ചേർന്ന് പറ്റിപ്പിടിച്ചിരിക്കാനാണ് അവൻ ഉപയോഗിക്കുന്നത്. അവിടെ ഈ 15-ാം അധ്യായത്തിൽ നമ്മളെ കാണുമ്പോൾ, ആ അധ്യായത്തിന് താഴോട്ട് വരുമ്പോൾ എല്ലാം പറയുന്ന ഒരു കാര്യമാണ്. അതിന് 16-ാമത്തെ വാക്യത്തിൽ, ഞാൻ നിൻ്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു, നിൻ്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിൻ്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. കളിക്കാരുടെ കൂട്ടത്തിൽ ഇരുന്ന് ഞാൻ ഉല്ലസിച്ചിട്ടില്ല. നീ എന്നെ നീരസം കൊണ്ട് നിറച്ചിരിക്കയാൽ നിൻ്റെ കൈ നിമിത്തം ഞാൻ തനിച്ചിരുന്നു. എൻ്റെ വേദന നിരന്തരവും എൻ്റെ മുറിവ് പൊറുക്കാതെ വണ്ണം വിഷമവുമായിരിക്കുന്നത് എന്ത്? നീ എനിക്ക് ചതിക്കുന്ന തോടും വറ്റിപ്പോകുന്ന വെള്ളവും പോലെ ആയിരിക്കുമോ? നോക്കുക, അവൻ ദൈവത്തിൻ്റെ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചു. അത് വചനങ്ങൾ അവന് സന്തോഷവും ഹൃദയത്തിന് ആനന്ദവുമായി. കാര്യം ശരിയാണ്. പക്ഷേ അതിനോട് ചേർന്ന് അവൻ പറയുകയാണ്, നീ എന്നെ നീരസം കൊണ്ട് നിറച്ചിരിക്കുന്നു. അപ്പോൾ യഹോവയ്ക്ക് വേണ്ടി, കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നവൻ്റെ ഒരു പ്രത്യേകത അവിടെ കാണുന്നത്, ബാക്കിയുള്ള കാര്യങ്ങളിൽ അവന് നീരസമാണ്. അവന് രസം എന്തിലാണ്? ദൈവത്തിൻ്റെ വചനത്തിലാണ്. യു അണ്ടർസ്റ്റാൻഡ്? അവിടെ മോളി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഞാൻ നിൻ്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. അത് എന്താ? നിൻ്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി. When he found the word of God, it was a delight to his heart. അവൻ്റെ ഹൃദയത്തിന് ഭയങ്കര ആനന്ദമായി. അവൻ അതിനകത്ത് രസിക്കാനായിട്ട് തുടങ്ങി. അവൻ അതിനകത്ത് രസിക്കാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ മറുവശം, ഞാൻ കളിക്കാരുടെ കൂട്ടത്തിൽ ഇരുന്ന് ഉല്ലസിച്ചിട്ടില്ല. എന്തുകൊണ്ട് ഉല്ലസിച്ചിട്ടില്ല? നീ എന്നെ നീരസം കൊണ്ട് നിറച്ചിരിക്കുന്നു. ഇവൻ ഒറ്റയ്ക്ക് നിൽക്കുന്നത്, അവൻ കൂട്ടുകാരുടെ അടുത്തേക്ക് പോകാതെ ഇരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അല്ലെങ്കിൽ കളിക്കാരുടെ കൂട്ടത്തിലേക്ക് ഇവൻ പോകാത്തതിന്, കളിക്കാരെന്ന് പറഞ്ഞാൽ ഫുട്ബോൾ കളിക്കുന്ന കാര്യമൊന്നുമല്ല ഇവിടെ പറയുന്നത്. സ്കോഫേഴ്സ്, പരിഹാസികളുടെ അല്ലെങ്കിൽ വ്യർത്ഥവാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, കളിവാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് അവൻ പോകുന്നില്ല. എന്തുകൊണ്ട്? ദൈവം
അവനെ നീരസം കൊണ്ട് നിറച്ചിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോട് അവനൊരു ഇൻഡിഗ്നേഷനാണ്. അവൻ അതിനകത്ത് രസിക്കാൻ കഴിയുന്നില്ല. അതിനോട് ചേർന്ന് ഇവൻ പറയാണ്, നിന്റെ കൈ നിമിത്തം ഞാൻ തനിച്ചിരിക്കുന്നു. ഹി വാസ് എലോൺ. ദൈവത്തിൻ്റെ കൈ, ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവനെ എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഗ്രഹിക്കണം. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവനെ സെപ്പറേറ്റ് ചെയ്യുകയാണ്, മാറ്റി നിർത്തുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം അറിഞ്ഞു മാറി നിൽക്കുന്നവന് മാത്രമേ ദൈവത്തിൻ്റെ അവിടെയാണ് അവൻ കൂട്ടുവിടുന്നത്. അല്ലെങ്കിൽ സ്കോഫേഴ്സിൻ്റെ ഇടയിലേക്ക് പോകാനായിട്ട് അവൻ തയ്യാറാകാതെ, പരിഹാസികളുടെ ഇടയിലേക്ക് പോകാതെ, കളിക്കാരുടെ കൂട്ടത്തിൽ ഇരുന്ന് ഉല്ലസിക്കാതിരിക്കുന്നത്. ബിക്കോസ് അവിടെ പോയി ഇരിക്കുമ്പോൾ ഇവന് നീരസവും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ രസവുമാണ്. When he was sitting with God, why he is sitting with God? Because the hand of God was upon him. അത് ഭാരമല്ല, നിന്റെ കൈ എൻ്റെ മേൽ ഇരിക്കുന്നു. I am in your presence and that is a delight to me because you are giving me your word. നിന്റെ വചനം ഞാൻ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നിന്റെ കൈ നിമിത്തം ഞാൻ തനിച്ചിരിക്കുന്നു. I am sitting alone with you and you have given me the word and I delight in thy word. അതുകൊണ്ട് ഞാൻ ഇവിടെ രസിക്കുന്നത് കൊണ്ട് എനിക്ക് കളിക്കാരുടെ കൂട്ടത്തിൽ ഇരുന്ന് ഉല്ലസിക്കുവാൻ കഴിയുന്നില്ല. അതൊരു ഗതികേടല്ല. പലപ്പോഴും അതാണ് നമ്മൾ പറയും, നമ്മൾ ചിന്തിക്കുന്നതാണ്, നമ്മൾ ദൈവമക്കളല്ലയോ ബ്രദറെ, നമുക്ക് ഈ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇടപെടാൻ പറ്റുമായിരുന്നെങ്കിൽ പോയേനെ. ഗതികേടല്ല. നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം അതാണ്. നമുക്ക് ഈ ലോകത്തിൻ്റെ ഉല്ലാസങ്ങളിൽ പോകാൻ കഴിയാത്തതൊരു ഗതികേടായിട്ട് ചിന്തിക്കുന്നവന് അതിൽ രസിക്കുന്നുണ്ട്. ലോകത്തോട് നമുക്ക് ആവശ്യമായിരിക്കുന്നത് വേർപാട് മാത്രമല്ല, ഒരു നീരസവും കൂടെയാണ്. ലോകത്തോട് നീരസം പുലർത്തുമ്പോഴാണ് വേർപാട് സന്തോഷമുള്ളതാക്കുന്നത്. ടെലിവിഷന് മുമ്പിൽ 10 മിനിറ്റ് കുത്തിയിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ട് കഴിയുന്നില്ല? അയ്യോ, ടെലിവിഷൻ കണ്ട കർത്താവ് നമ്മളെ നരകത്തിലോട്ട് വല്ലതും പറഞ്ഞു വിട്ടാലോ എന്നുള്ളതൊന്നും അല്ല വിഷയം. എനിക്കതിനകത്ത് രസിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് കഴിയുന്നില്ല? When I see it, I see the world. ഞാൻ ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാണുന്നത് എന്താണ്? ടെലിവിഷൻ്റെ വെട്ടമല്ല ഇതിനകത്തെ വിഷയം എന്ന് പറയുന്നത്. അതിനകത്തെ ചിത്രങ്ങളല്ല അതിനകത്തെ വിഷയം. വാട്ട് ഈസ് കമ്മിങ് ഇൻ ദ ടെലിവിഷൻ? വാട്ട് ഡു യു ഗെറ്റ് ഫ്രം ഇറ്റ്? ഇറ്റ് ഈസ് ദ വേൾഡ്. ലോകത്തിൻ്റെ ചിന്തകളും ലോകത്തിൻ്റെ പ്രത്യേകതകളും ലോകത്തിൻ്റെ കഥകളും ലോകത്തിൻ്റെ പാഠങ്ങളുമാണ് ഇന്ന് ടെലിവിഷൻ നൽകുന്നത്. അതിനകത്ത് 10 മിനിറ്റ് കുത്തിയിരിക്കാൻ നമുക്ക് പറ്റാത്തത് എന്താണെന്നറിയാമോ? പറ്റുന്നവരെ കൂടുതൽ. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈവൻ നമ്മളുടെ വീടിനെ റൂൾ ചെയ്യുന്ന ഈ ബേൽസെബൂബിനെ ഇറക്കി വിടാത്തത് കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ? ദിസ് ഈസ് ആൻ ഇഡിയറ്റ് ബോക്സ് തന്നെയല്ല, ഇറ്റ് ഈസ് ബേൽസെബൂബ്. ഇത് ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് വീട്ടിൽ കൊണ്ട് വെച്ചിരിക്കുകയാണ് നമ്മൾ. ഞാൻ പറയട്ടെ, ടെലിവിഷൻ എന്നുള്ള മാധ്യമത്തോടുള്ള വിരോധമൊന്നുമല്ല ഞാൻ പറയുന്നത്. ഈവൻ ഐ അപ്പിയർ ഇൻ ടെലിവിഷൻ, ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ അതല്ല ഇന്നത്തെ വിഷയം. വാട്ട് യു സീ ഇൻസൈഡ് ഇറ്റ് ഈസ് ദ വേൾഡ്. നിങ്ങളുടെ വീട്ടിൽ ടെലിവിഷൻ ഇല്ലെങ്കിൽ ആകാശം ഇളിഞ്ഞു വീഴത്തൊന്നുമില്ല. എൻ്റെ വീട്ടിൽ ടെലിവിഷൻ ഇല്ല, ഒന്നും പറ്റിയിട്ടില്ല. എൻ്റെ പിള്ളേർ ടെലിവിഷൻ ഇല്ലാതെ വളർന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ പിള്ളേർക്ക് ഒബാമയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആരാണെന്നൊന്നും അറിയത്തില്ല. പിന്നെ ടെലിവിഷൻ ഉള്ള വീട്ടിലും അവിടുത്തെ പിള്ളേർക്കും ഇതൊന്നും അറിയാൻ വയ്യ. നമ്മൾ പറയുന്നത്, ബ്രദറെ, ടെലിവിഷനൊക്കെ ഇല്ലെങ്കിൽ പിള്ളേരുടെ ലോകപരിജ്ഞാനം അങ്ങ് പോകും. അതുകൊണ്ട് ഞങ്ങൾ വെച്ചിരിക്കുന്നത് BBC ഒക്കെ ഞങ്ങളുടെ പിള്ളേർ കണ്ടിട്ട് ലോകത്തിൽ എന്തൊക്കെ നടക്കുന്നുള്ളതൊക്കെ നമ്മുടെ പിള്ളേർ അറിയണ്ടേ, അതിനുവേണ്ടി ഞങ്ങൾ വെച്ചിരിക്കുക. എത്ര പിള്ളേരാണ് BBC വെച്ചുകൊണ്ടിരിക്കുന്നത്? ചുമ്മാ പറയുന്നെന്നുള്ളതല്ലാതെ മനുഷ്യനെ കളിപ്പിക്കുന്നതിന് വല്ലതും കണക്കും കൈകൊണ്ടോ? നിങ്ങളുടെ പിള്ളേർ BBC മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന പിള്ളേരാണോ? അതാണോ വീട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്? അതാണോ കാര്യങ്ങൾ നടക്കുന്നത്? ഐ എം ജസ്റ്റ് ആസ്കിങ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്ന് തന്നെയല്ല, ഈ ടെലിവിഷൻ നിങ്ങളുടെ പിള്ളേരെ മാത്രമൊന്നുമല്ല നശിപ്പിക്കുന്നത്, നിങ്ങളെ നശിപ്പിക്കുകയാണ്. ഇയേഴ്സ് ബാക്ക് വി ഹാഡ് എ ടെലിവിഷൻ. 6 monthsേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ നിന്നൊരു ടെലിവിഷൻ കൊണ്ട് വീട്ടിൽ വെച്ചിട്ട് 6 മാസം ഇത് ഏത് ബ്രാൻഡാണെന്ന് നോക്കാതെ അത് വെച്ചിരുന്നു. പിന്നെ എൻ്റെ മദർ കേബിളും സാധനമൊക്കെ ഉണ്ടാക്കി വെച്ചു. 6 months ഇരുന്നപ്പോൾ ഞാൻ മനസ്സിലാക്കി, പിള്ളേരെ ഒന്നും കുറ്റം പറയണ്ട,
എനിക്ക് പേടി പിള്ളേരെ അല്ല, എന്നെ തന്നെയാണ്. കാര്യം ഈ കുന്ത്രാണ്ടം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും നമ്മൾ ഒന്ന് നോക്കി, ഇങ്ങോട്ടൊന്ന് നോക്കി, യു ആർ ഗോയിങ് ടു ലൂസ് യുവർ ടൈം. പാപം ചെയ്യുന്നൊന്നുമല്ല ഇതിനകത്ത് വിഷയം. യു ആർ ഗോയിങ് ടു ലൂസ് യുവർ ടൈം. നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തുന്ന ഒരു സമയം കൊല്ലിയാണ് ഒന്നാമത്. രണ്ടാമത്, തീർച്ചയായിട്ടും ഇത് ലോകത്തെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതിനകത്ത് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നാളെ നിങ്ങൾ ഇന്ന് വൈകുന്നേരം പോയി ടെലിവിഷൻ തല്ലിപ്പൊട്ടിക്കാനൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ തല്ലിപ്പൊട്ടിച്ചാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ പറഞ്ഞ മറ്റൊന്നുമല്ല. തല്ലിപ്പൊട്ടിച്ചതുകൊണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാര്യം നിങ്ങൾക്ക് ഗുണമേ ഉണ്ടാകത്തുള്ളൂ, ദോഷമൊന്നും ഉണ്ടാകത്തില്ല. നിങ്ങളുടെ വീട്ടിൽ ടെലിവിഷൻ എടുത്ത് കളഞ്ഞാൽ ഗുണമല്ലാതെ ദോഷമൊന്നും ഉണ്ടാകത്തില്ല. ദാറ്റ് ഈസ് ഓഫ് കോഴ്സ് ഷുവർ. ബട്ട് വി ഡിലൈറ്റ് ഇൻ തിങ്സ് ലൈക്ക് ദിസ്. നമ്മളിതിനകത്ത് രസിക്കുന്നു. നമ്മൾ വേണ്ടാന്ന് പറയുമ്പോഴും ഇതിനകത്ത് രസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പാപത്തോട് ലോകത്തോട് ഒരു വേർപാട് മാത്രമല്ല, ഒരു നീരസം കൂടെ നമുക്കുണ്ടാക്കിയെടുക്കണം. ഏതെങ്കിലും സമയത്ത് അതിൻ്റെ മുന്നിൽ പോയി കുത്തിയിരുന്നാൽ ഉടനെ തന്നെ വെറുതെ സമയം മെനക്കെടുത്തി എന്ന നിലയിൽ അതിനോടുള്ള ഒരു ഇൻഡിഗ്നേഷൻ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പഠിക്കണം. ലോകത്തോട് നീരസം. ഞാൻ കളിക്കാരുടെ കൂട്ടത്തിലിരുന്ന് ഉല്ലസിച്ചിട്ടില്ല, എനിക്കതിനെ പറ്റിയിട്ടില്ല. എന്തുകൊണ്ട്? ബിക്കോസ് യു ഹാവ് ഫിൽഡ് മീ വിത്ത് ഇൻഡിഗ്നേഷൻ. നീ എന്നെ നീരസം കൊണ്ട് നിറച്ചിരിക്കുന്നു. കർത്താവിന് വേണ്ടി ഒറ്റയ്ക്ക് നിൽക്കുവാൻ, അല്ലെങ്കിൽ കർത്താവിൻ്റെ ശബ്ദമാകുവാൻ, കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ തയ്യാറെടുക്കുന്നവൻ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റിയിൽ ഒന്ന് ലോകത്തോട് ഉള്ള ഒരു നീരസമാണ്. ലോകത്തോടുള്ള നീരസം. ആ ലോകത്തോടുള്ള നീരസം ഉണ്ടാകണമെങ്കിൽ എല്ലാവരും, ഒരു കാര്യമുണ്ട്, എല്ലാവർക്കും ഏതെങ്കിലും ഒരു കാര്യത്തിൽ രസിച്ചേ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ. യു നീഡ് ടു ഡിലൈറ്റ് ഇൻ സംതിങ്. പക്ഷെ അത് ഏത് രംഗത്താണെന്നുള്ളതാണ്. If you delight in the things of this world, you can never delight in the word of God and the presence of God. If you delight in the presence of God and in His word, you cannot delight in the world and the worldly things. ഇവിടെ ജെറമയായുടെ പ്രത്യേകത, he says, ഞാൻ നിന്റെ വചനം കണ്ടെത്തി അതിനെ ഭക്ഷിച്ചിരിക്കുന്നു, അതെനിക്ക് ഭയങ്കര സന്തോഷമായി. It's a delight to my heart. നീ എന്നെ നീരസം കൊണ്ട് നിറച്ചിരിക്കുന്നു. നിന്റെ കൈ നിമിത്തം ഞാൻ എന്താണ്? തനിയെ ഇരിക്കുന്നു. ഐ സ്റ്റാൻഡ് അലോൺ. ഐ ആം അലോൺ. ഞാൻ മറ്റുള്ളവരുടെ കൂട്ടത്തിലല്ല, ഞാൻ സ്കോഫേഴ്സിൻ്റെ കൂട്ടത്തിലല്ല, കളിപ്പറഞ്ഞ് നടക്കുന്നവരുടെ കൂട്ടത്തിലല്ല, ലോകത്തിൽ രസിക്കുന്നവരുടെ കൂട്ടത്തിലല്ല. ഐ ആം അലോൺ. ഐ ആം സ്റ്റാൻഡിങ് അലോൺ. അതുകൊണ്ട് ജെറമയായുടെ ഭാഗത്ത് നിന്ന് ഞാൻ പറയാനുള്ള കാരണം, God wants us to stand alone. He wants us to experience the presence of God. നിന്റെ കൈ നിമിത്തം. ഇന്ന് നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചേ, ദൈവത്തിൻ്റെ കൈ നമുക്കൊരു വലിയ യാഥാർത്ഥ്യമാണോ? Do you experience the hand of God upon you? Or do you delight in the things of the world? അവൻ്റെ കൈ നിമിത്തം തനിച്ചിരിക്കുന്നവർക്ക് അവനിൽ രസിക്കുവാൻ പറ്റും, അവൻ്റെ വചനത്തിൽ രസിക്കാൻ പറ്റും. അവർക്കൊരിക്കലും ലോകത്തിൻ്റെ കാര്യങ്ങളിൽ രസിക്കുവാൻ കഴിയത്തില്ല. They cannot delight. ഇവിടെ പറയുന്നതാണ്, എന്താണ്? നിൻ്റെ വചനങ്ങളെ ഞാൻ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നിൻ്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിൻ്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. നിൻ്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. See, every believer, every person, കർത്താവിനെ അംഗീകരിച്ച് അനുസരിച്ചിറങ്ങുന്ന എല്ലാ വ്യക്തികൾക്കുമുള്ള ഒരു സ്പെഷ്യൽ കാര്യമായിട്ടാണ് ഇതിവിടെ കാണുന്നത്. എന്ത്? നിൻ്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. I will read it in English, chapter 15, verse 16. Thy words were found and I ate them, and thy words became to me a joy and the delight of my heart, for I am called by thy name. നിന്റെ നാമത്താൽ, നിന്റെ നാമത്തിന് വേണ്ടി എന്നെ വിളിച്ചിരിക്കുന്നു. ബൈ എന്ന് പറയുന്നത്, ഇപ്പം ഹീബ്രു ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. ആ ഭാഷയിൽ ബൈ എന്നും ഫോർ എന്നൊക്കെ പറയുന്നത് ഒരേ വാക്കാണ് ഉപയോഗിക്കുന്നത്, ഒരേ വാക്കാണ്. ഐ എം കോൾഡ് ബൈ ദൈ നെയിം, ഐ എം കോൾഡ് ഫോർ ദൈ നെയിം. നിന്റെ നാമത്താൽ, നിന്റെ നാമത്തിനു വേണ്ടി എന്നെ വിളിച്ചിരിക്കുന്നു.
എന്താണ് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് നാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻഫാക്റ്റ് ബിബ്ലിക്കൽ പ്രിൻസിപ്പിളിൽ നാമം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ക്യാരക്ടറാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, നീ എനിക്ക് തന്നവർക്ക് ഞാൻ നിൻ്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. നാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദന്മാരായ ശിഷ്യന്മാരോട് കർത്താവ് ഒരു ദിവസം പറയുകയല്ല, കുഞ്ഞുങ്ങളെ നിങ്ങൾക്കറിയാമോ ദൈവത്തിൻ്റെ പേരെന്താണെന്ന്, ദൈവത്തിൻ്റെ പേരെന്ന് യഹോവയാണ് എന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. ദേ ന്യൂ ദാറ്റ്. എന്നാൽ കർത്താവ് പറയുന്നത് നീ എങ്ങനെയുള്ളവൻ എന്നുള്ളത് അവർക്ക് ഇതുവരെ അറിയത്തില്ലായിരുന്നു. പക്ഷേ ഞാൻ 3.5 വർഷം അവരുടെ കൂടെ താമസിച്ച് നീ എങ്ങനെയുള്ളവൻ എന്നുള്ളത് ഞാൻ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. ഇറ്റ് ഈസ് ദ ക്യാരക്ടർ ഓഫ് ഗാഡ്. So we are called by the name of God and for the name of God. കർത്താവിൻ്റെ ക്യാരക്ടർ, കർത്താവിൻ്റെ സ്വഭാവത്താൽ, കർത്താവിൻ്റെ സ്വഭാവത്തിനു വേണ്ടി ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഒരു ഐഡൻറ്റിറ്റി കണ്ടെത്തുമ്പോഴാണ് നമുക്ക് ലോകത്തിൽ രസിക്കാതിരിക്കാനും ദൈവത്തിൽ രസിക്കാനും കഴിയുന്നത്. ഞാൻ എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നു? എന്തിനു വേണ്ടി? കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി, അവൻ്റെ സ്വഭാവത്തിന് വേണ്ടി. അവൻ്റെ സ്വഭാവം പ്രാപിക്കാനാണ് അവൻ എന്നെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മുഴുവൻ രസവും എന്താണ്? ഞാൻ ഡിലൈറ്റ് ചെയ്യുന്നത്, ഞാൻ രസിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് സിറ്റിംഗ് ഇൻ ദൈ പ്രസൻസ്. നിൻ്റെ സാന്നിധ്യത്തിൽ നിൻ്റെ കൈക്കീഴിലിരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതാണ് എൻ്റെ ജീവിതത്തിലെ ആഗ്രഹം. വേറെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിൻ്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. കളിക്കാരുടെ കൂട്ടത്തിൽ ഞാൻ ഇരുന്ന് ഉല്ലസിച്ചിട്ടില്ല. നീ എന്നെ നീരസം കൊണ്ട് നിറച്ചിരിക്കയാൽ നിൻ്റെ കൈ നിമിത്തം ഞാൻ തനിച്ചിരുന്നു. നിൻ്റെ കൈ നിമിത്തം ഞാൻ തനിച്ചിരുന്നു. അവന് വേണ്ടി ഒറ്റയ്ക്ക് നിൽക്കാൻ, തനിച്ച് നിൽക്കാൻ. There was nobody but Jeremiah was standing alone. എല്ലായ്പ്പോഴും അവനോട് ചേർന്ന് നിൽക്കാനായി. ആ നാമത്തെ അറിയാവുന്നത് കൊണ്ട്, ആ ക്യാരക്ടർ അറിയാവുന്നത് കൊണ്ട് അവൻ ബാക്കി കാര്യങ്ങളെ അനലൈസ് ചെയ്യുന്നില്ല. പകരം ദൈവത്തിൻ്റെ വാക്കുകൾ അവനൊരു യാഥാർത്ഥ്യമാണ്. Because he was sitting in the presence of God, he was not like other prophets. The other prophets were trying to explain or discern according to their understanding. അവർ ഒഫീഷ്യൽ പ്രോഫറ്റ്സ് എല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട്. ജെറമയ വാസ് നോട്ട് ആൻ ഒഫീഷ്യൽ പ്രോഫറ്റ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ബേസിക്കലി ജെറമയ വാസ് നോട്ട് എ പ്രോഫറ്റ്, ഹി വാസ് എ പ്രീസ്റ്റ്. അടിസ്ഥാനപരമായി ഇരമ്യാവ് ഒരു പ്രവാചകനായിരുന്നില്ല, അവൻ എന്തായിരുന്നു? ഒരു പുരോഹിതനായിരുന്നു. ചാപ്റ്റർ 1 തന്നെ നമ്മൾ കാണുന്നുണ്ട്. അനാത്തോത്ത് എന്ന് പറയുന്ന പുരോഹിതന്മാരുടെ ഗ്രാമത്തിൽ നിന്നുള്ള ഒരു പുരോഹിതനായിരുന്നു ആര്? ജെറമയ. ദൈവം അവനെ വിളിക്കുന്നത് പുരോഹിതനായിട്ടല്ല, ദൈവം അവനെ വിളിക്കുന്നത് പ്രവാചകനായിട്ടാണ്. അവനൊരു സ്പെഷ്യൽ അനോയിൻറ്റിങ് കൊടുക്കുകയാണ്. ഹി വാസ് നോട്ട് ലൈക്ക് അതർ പ്രോഫറ്റ്സ്. അതുകൊണ്ട് അവൻ പറയുന്നത് എന്താ? എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല എന്ന് പറയുന്നത്. ഞാൻ ബാലനല്ലോ എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞത് ഈ സമയത്ത് ഹി വാസ് അറ്റ്ലീസ്റ്റ് 20 years of age. 20 വയസ്സുള്ള ആൾ ബാലനൊന്നുമല്ല. സംസാരിക്കാൻ അറിയത്തില്ലെന്ന് പറയുന്നതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല. ദിസ് ഈസ് നോട്ട് മൈ ഓഫീസ്. ഞാൻ സാധാരണ രീതിയിൽ ചെയ്യാൻ സാധ്യതയുള്ള ഒരു പ്രീസ്റ്റായിട്ട് ദൈവം ജെറമയായെ വിളിച്ചായിരുന്നെങ്കിൽ ഒരിക്കലും ജെറമയ പറയത്തില്ലായിരുന്നു ഞാൻ ബാലനല്ലോ എന്ന്. കാര്യം അവൻ വീട്ടിൽ കണ്ടു വളർന്നത് ഒരു പ്രീസ്റ്റ്ലി അറ്റ്മോസ്ഫിയറിൽ വളർന്നുകൊണ്ട് ഇറ്റ് വാസ് ഈസി ഫോർ ഹിം ടു ബിക്കം എ പ്രീസ്റ്റ്. പക്ഷേ ഇവൻ പറയാണ് ഐ എം നോട്ട് എ പ്രോഫറ്റ്. ഞാനൊരു പ്രോഫറ്റ് അല്ല. ഞാൻ എങ്ങനെയാണ് പ്രോഫസി ചെയ്യുന്നത്? ഐ ഡു നോട്ട് നോ ഹൗ ടു പ്രോഫസി. കർത്താവിനോട് പറയുന്നത് നീ എന്തിനാണ് അതിനെക്കുറിച്ച് വിഷമിക്കുന്നത്? ഞാൻ നിന്നെ വലിയ വലിയ കാര്യങ്ങളൊന്നും പഠിപ്പിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. എടാ, ഞാൻ പോകാൻ പറയുന്നിടത്തോട്ട് നീ പോകണം. ഞാൻ പറയാൻ പറയുന്ന കാര്യം നീ പറയണം. അതിനെന്തോ ഇത്ര വലിയ ട്രെയിനിങ്? ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ജെറമയ ഡിഫറൻ്റായിട്ട് ഇടപെടുന്നതിൻ്റെ കാര്യം ഇതാണ്. ബിക്കോസ് അവൻ മറ്റുള്ളവരെ പോലെ കാര്യങ്ങളെ അനലൈസ് ചെയ്ത് പഠിച്ചൊന്നുമല്ല കാര്യങ്ങൾ പറയുന്നത്. മറ്റുള്ള പ്രോഫറ്റ്സ് എല്ലാം പറഞ്ഞതെന്നറിയാമോ? ഇപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം പഠിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള പ്രോഫറ്റ്സ് എല്ലാം പറഞ്ഞു ഇസ്രായേൽ എന്ന് പറയുന്ന വടക്കേ രാജ്യം പ്രവാസത്തിലേക്ക് പോകാനുള്ള കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ആരാധനയില്ല, അവിടെ ദേവാലയമില്ല, അവർ സമരിയാണ് അവരുടെ പശ്ചാത്തലം. അതുകൊണ്ട് അവർക്ക് ദൈവികമായ ബാക്ക്ഗ്രൗണ്ടില്ല, തിരുവെഴുത്തുകളില്ല, ഒന്നുമില്ല. അതുകൊണ്ടാണ് അവരെവിടെ പോയത്? പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നത്. പക്ഷേ യഹൂദയ്ക്ക് ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല. എന്തുകൊണ്ട് സംഭവിക്കത്തില്ല? അവർ പറഞ്ഞത് ബിക്കോസ് വി ഹാവ് ദ ടെമ്പിൾ ഓഫ് ദ ലോർഡ്. നമുക്കെന്തുണ്ട്? യഹോവയുടെ ആലയം യെരുശലേമിൽ ഉള്ളിടത്തോളം കാലം യെരുശലേമിനെ ഒരു ജാതീയ രാജാവും വന്ന് ആക്രമിക്കത്തില്ലെന്നാണ്
ഒഫീഷ്യൽ പ്രോഫറ്റ്സ് പറഞ്ഞത്. എന്നാൽ ജെറമയ പറഞ്ഞു, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ദൈവത്തിൻ്റെ മന്ദിരമൊന്നുമല്ല വിഷയം. പാപം ചെയ്യുന്ന ജനതയെ ശിക്ഷിക്കുവാൻ ദൈവം മടിക്കത്തില്ല. ദൈവത്തിൻ്റെ ക്യാരക്ടർ മനസ്സിലാക്കിയത് ഒഫീഷ്യൽ പ്രോഫറ്റ്സ് അല്ല. ആരാണ് മനസ്സിലാക്കിയത്? ജെറമയാണ്. അതുകൊണ്ട് 7-ാം അധ്യായത്തിൽ, അല്ലെങ്കിൽ ഒഫീഷ്യൽ പ്രോഫറ്റ്സ് എല്ലാം ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 7-ാം അധ്യായത്തിൽ ജെറമയ പറയുന്ന ഒരു കാര്യം, അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം എന്നിങ്ങനെയുള്ള വ്യാജ വാക്കുകളിൽ നീ ആശ്രയിക്കരുത്. നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നിങ്ങൾ വാസ്തവമായി നന്നാക്കുന്നുവെങ്കിൽ, നിങ്ങൾ തമ്മിൽ ന്യായം നടത്തുന്നുവെങ്കിൽ, പരദേശിയെയും അനാഥനെയും വിധവയെയും പീഡിപ്പിക്കാതെയും കുറ്റമില്ലാത്ത രക്തം ഈ സ്ഥലത്ത് ചിഹ്നിക്കാതെയും നിങ്ങൾക്ക് ആപത്തിനായിട്ട് അന്യദേവന്മാരോട് ചെന്ന് ചേരാതെയും ഇരിക്കുന്നു എങ്കിൽ, ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശമായ ഈ സ്ഥലത്ത് നിങ്ങളെ എന്നും എന്നേക്കും വസിക്കുമാറാക്കും. അപ്പോൾ എന്താ ജെറമയ പറയുന്നത്? ജെറമയ ദൈവത്തിൻ്റെ ക്യാരക്ടർ പറയാണ്. ജെറമയ പറയാണ്, ദൈവത്തിന് പ്രാധാന്യം എന്തല്ല? ദേവാലയമല്ല, ആരാധനയല്ല, യാഗങ്ങളല്ല. ഇറ്റ് ഈസ് ലൈഫ്. അതെന്തുകൊണ്ട് അവന് പറയാൻ പറ്റുന്നത്? ബിക്കോസ് ഹി വാസ് സിറ്റിംഗ് വിത്ത് ഗാഡ്. അവൻ ദൈവത്തിൻ്റെ കൂടെ ഇരുന്നത് കൊണ്ട് അവന് ദൈവത്തിൻ്റെ സ്വഭാവം അറിയാം. ഒഫീഷ്യൽ പ്രോഫറ്റ്സിന് അതറിയത്തില്ല. അവർ പറയുന്നത് എന്താണ്? യഹോവയുടെ മന്ദിരം ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്കൊരു കുഴപ്പമുണ്ടാകത്തില്ല, ആരാധന ഉള്ളത് കൊണ്ട് നമുക്കൊരു കുഴപ്പമുണ്ടാകത്തില്ല, പ്രമാണം ഉള്ളത് കൊണ്ട് നമുക്കൊരു കുഴപ്പമുണ്ടാകത്തില്ല. പെന്തിക്കോസുകാരൻ്റെ പ്രശ്നം അതാ. പെന്തിക്കോസുകാരൻ പറയുന്നത്, ബ്രദറെ, അവരെ സമുദായക്കാർ, അവരെയൊക്കെ ദൈവം ശിക്ഷിക്കും. കാര്യം അവർക്ക് ഉപദേശമില്ല, അവർക്ക് പ്രമാണമില്ല, അവർക്ക് ആരാധനയില്ല. ബ്രദറെ, നമുക്കങ്ങനെയാണോ? നമുക്ക് ആരാധനയുണ്ട്, നമുക്ക് അന്യഭാഷയുണ്ട്, നമുക്ക് പ്രമാണമുണ്ട്, ഉപദേശമുണ്ട്. നമുക്ക് എന്തോ ഇല്ലാത്തത്? നമുക്ക് ഒറ്റ കാര്യങ്ങളില്ലാത്തത് എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ ക്യാരക്ടർ. ബാക്കിയെല്ലാം ഉണ്ട്, പക്ഷേ ദൈവത്തിൻ്റെ സ്വഭാവം പെന്തിക്കോസുകാരന്. ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയല്ല ദൈവം ന്യായം വിധിക്കുന്നത്. കാര്യം ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, ജെറമയ പറയാണ്, നിന്റെ നാമം കൊണ്ട് നീ എന്നെ നിന്റെ നാമത്തിനായി വിളിച്ചിരിക്കുന്നു. ദൈവം നമ്മളെ വിളിച്ചത് ദൈവത്തിൻ്റെ ക്യാരക്ടറിലേക്ക് വളരുവാനാണ്. ആത്മാവിലുള്ള, ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ആത്മാവിലുള്ള ആരാധനയേക്കാൾ വലുതാണ് ആത്മാവിലുള്ള ജീവിതം. നമ്മൾ ചിന്തിക്കുന്ന ആത്മാവിലുള്ള ആരാധനയാണ് വലിയ കാര്യമെന്ന്. അല്ല, ആത്മാവിലുള്ള ആരാധനയേക്കാൾ വലുതാണ് എന്ത്? ആത്മാവിലുള്ള ജീവിതം എന്ന് നമ്മൾ മറന്നു പോകരുത്. സോ ജെറമയ വാസ് സ്റ്റാൻഡിങ് അലോൺ. അവൻ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. മറ്റുള്ള എല്ലാവരും പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുകയാണ്. എന്നാൽ അവൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ആരും തയ്യാറല്ല. ഒന്നാമത്തെ കാര്യം, അവന് ഒഫീഷ്യലായിട്ടുള്ള ഒരു പദവിയില്ല. ഇവനെ ദൈവം പ്രോഫറ്റായിട്ട് വിളിച്ചു എന്നുള്ളത് അവനും ദൈവത്തിനുമേ അറിയത്തുള്ളൂ. കാര്യം ഇവൻ പ്രൊഫറ്റിക് ഓർഡറിൽ വന്നതായ ഒരു ഓർഡെയിൻഡ് പ്രോഫറ്റ് അല്ല. ഞാൻ പറയുന്നത് നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടല്ലോ. സോ പീപ്പിൾ ആർ ലുക്കിംഗ് ഫോർ. അവനോട് ചോദിക്കുന്നത്, ആരാണ് നിൻ്റെ ഗുരു? എലീശായുടെ ഗുരു ഏലിയാവായിരുന്നു. അതുപോലെ പ്രവാചകന്മാർക്കൊക്കെ ഈ ജെറമയയുടെ കാലഘട്ടമൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു പ്രൊഫറ്റിക് ഓർഡർ വരുന്നുണ്ട്. നീ ആരുടെ കീഴിലാണ് പ്രവചനം പഠിച്ചത്? ഇവൻ ആരുടെയും കീഴിൽ പ്രവചനം പഠിച്ചില്ല. അതുകൊണ്ട് ഇവനൊരു പ്രോഫറ്റാണെന്ന് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ആൾക്കാർ തയ്യാറല്ല. എന്നാൽ ദേവാലയത്തിൽ താമസിച്ച് പ്രവചിക്കുന്ന അനേക പ്രവാചകന്മാരുണ്ട്. അവരെല്ലാവരും പറയുന്നത് എന്താണ്? യഹോവയുടെ മന്ദിരം ഇവിടെ ഉള്ളതുകൊണ്ട്, ദൈവത്തിൻ്റെ മന്ദിരം ഉള്ളിടത്തോളം കാലം എന്താണ്? ദൈവം ഇസ്രായേലിനെ നശിപ്പിക്കുകയില്ല എന്ന് പറയുന്ന ഒരു പശ്ചാത്തലത്തിൽ അവൻ പറയുകയാണ് എന്താ? നോ, ദൈവത്തിൻ്റെ ക്യാരക്ടർ അതല്ല. ദൈവത്തിൻ്റെ ക്യാരക്ടർ അനുസരിച്ച് നിങ്ങൾ ജീവിച്ചാൽ മാത്രമേ ദൈവം നിങ്ങളെ നിലനിർത്തുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളെ നശിപ്പിക്കാനായിട്ട് ദൈവത്തിന് യാതൊരു പ്രയാസവുമില്ല എന്ന് പറയുകയാണ്. ഫൈനലി എന്താ സംഭവിക്കുന്നത്? ഏറ്റവും ഒടുവിൽ ഒഫീഷ്യൽ പ്രോഫറ്റ്സ് പറഞ്ഞ കാര്യമല്ല നടന്നത്. ആര് പറഞ്ഞ കാര്യമാണ് നടന്നത്? ജെറമയ പറഞ്ഞ കാര്യമാണ് നടന്നത്. ഒഫീഷ്യൽ പ്രോഫറ്റ്സ് ഇവർ പ്രവാസത്തിൽ പോകത്തില്ലെന്ന് പറഞ്ഞു. എന്നാൽ ജെറമയ പറഞ്ഞതുപോലെ ഇസ്രായേൽ മക്കൾ എങ്ങോട്ട് പോകേണ്ടി വന്നു? പ്രവാസത്തിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. പ്രവാസത്തിൽ പോകേണ്ടി വന്നപ്പോൾ ഒഫീഷ്യൽ പ്രോഫറ്റ്സ്
വേലയിറക്കി. അത് പ്രവാസത്തിലേക്ക് പോയി എന്നുള്ളത് ശരിയാ. പക്ഷേ പ്രവാസത്തിൽ പോകാനായിട്ടുള്ള കാരണം അവർ പെട്ടെന്ന് കാരണമൊക്കെ കണ്ടുപിടിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പാപമൊക്കെ ചെയ്തുകൊണ്ട് നമ്മളെ ഒന്ന് ചെറിയ ഒരു ശിക്ഷ തരാനായിട്ട് കർത്താവ് വന്ന് വിട്ടു. കുഴപ്പമൊന്നുമില്ല, 2 വർഷത്തിനകം നമ്മളെല്ലാവരും എന്തു ചെയ്യും? തിരിച്ചു വരും. ഒഫീഷ്യൽ പ്രോഫറ്റ്സ് പറയാണ് 2 വർഷത്തിനകം എല്ലാവരും തിരിച്ചു വരും എന്ന് പറയാണ്. 28-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതാണ്. ആ ആണ്ടിൽ യഹൂദ രാജാവായ സിദക്കിയാവിൻ്റെ വാഴ്ചയുടെ ആരംഭത്തിൽ 4-ാം ആണ്ടിൽ 5-ാം മാസത്തിൽ ഗിബെയോന്യനായ അസൂരിൻ്റെ മകൻ ഹനനയ പ്രവാചകൻ, ഒഫീഷ്യൽ പ്രോഫറ്റാ, യഹോവയുടെ ആലയത്തിൽ പുരോഹിതന്മാരുടെയും സർവ്വജനത്തിൻ്റെയും മുമ്പിൽ വെച്ച് എന്നോട് പറഞ്ഞതെന്തെന്നാൽ, അപ്പോൾ എവിടെയാണ്? ആലയത്തിനകത്തിരുന്നാണ് എൻ്റെ പ്രവചനം. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ബാബേൽ രാജാവിൻ്റെ നുകം ഒടിച്ചു കളയുന്നു. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ ഈ സ്ഥലത്ത് നിന്ന് എടുത്തുകൊണ്ടുപോയിരിക്കുന്ന യഹോവയുടെ ആലയം വക ഉപകരണങ്ങളെ ഒക്കെയും ഞാൻ 2 സംവത്സരത്തിനകം മടക്കി വരുത്തും. ഹനനയ പ്രവാചകൻ പറയാണ്, എന്താ പേടിക്കേണ്ട കാര്യമില്ല, 2 വർഷത്തിനകം മടക്കി വരുത്തും. എല്ലാവർക്കും സമാധാനം, സന്തോഷം. 2 വർഷമേ ഉള്ളൂ, എന്നാൽ പിന്നെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുമല്ലോ. ഇവർക്കൊരു ഫാൾസ് ഹോപ്പ് കൊടുക്കുകയാണ്. പ്രവാചകന്മാരുടെ ഒരു വലിയ പ്രശ്നമാണ് എന്താ? ഒരു ഫാൾസ് ഹോപ്പ് കൊടുക്കുകയാണ്. ഒരു ചെറിയ വ്യാജമായ ഒരു പ്രത്യാശ. ഈ വ്യാജമായ പ്രത്യാശയുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, എന്തുകൊണ്ടാണ് ദൈവം അവരെ പ്രവാസത്തിലേക്ക് പറഞ്ഞു വിട്ടത്? അവരുടെ പാപങ്ങളുടെ ഫലമായിട്ടാണ്. ഒരു വ്യാജ പ്രത്യാശ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരൊരിക്കലും അനുതപിക്കത്തില്ല. പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കുന്നത് തന്നെ ജനങ്ങളുടെ പാപങ്ങളിൽ നിന്ന് അവരെ മടക്കി വരുത്തേണ്ടതിന് വേണ്ടിയാണ്. അല്ലാതെ എന്ന് കല്യാണം നടക്കുമെന്നും എപ്പോൾ വീസ വരുമെന്നും പറയാൻ വേണ്ടി അല്ല പ്രവാചകന്മാരെ ദൈവം സഭകളിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പ്രവാചകന്മാരെ ദൈവസഭയിൽ ആളുകൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഒരു വ്യാജ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഒരു വ്യാജ സന്തോഷത്തിനും വേണ്ടിയാണ്. അവർ വന്ന് നിങ്ങളെ സുഖിപ്പിച്ച് നിങ്ങളുടെ കയ്യിലുള്ള പൈസയും വാങ്ങിച്ചുകൊണ്ട് അവർ പോകും. യാതൊരു പ്രയോജനവും നിങ്ങൾക്കുണ്ടാകത്തില്ല, ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. കാര്യം ദൈവം നിങ്ങൾക്ക് ഒരു അനർത്ഥം വരുത്തിയാൽ പോലും എന്തുമായിക്കോട്ടെ, എന്ത് കാര്യമായിക്കോട്ടെ, നിങ്ങളുടെ ബിസിനസ് പൊട്ടിയത് എന്തുമായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന് അസുഖമുണ്ട്, എന്ത് കാര്യമായിക്കോട്ടെ, നമ്മൾ ആദ്യം ചോദിക്കേണ്ട ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവേ, ഞാൻ ഇതിൽ നിന്ന് എന്ത് പാഠമാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ പാപങ്ങളുടെ പരിണതഫലമായിട്ട് എല്ലാം സംഭവിച്ചെന്നൊന്നും ഞാൻ പറയത്തൊന്നുമില്ല. പക്ഷേ ആ ഒരു ചോദ്യം എപ്പോഴും നല്ലതാണ്. പാപം എന്ന് പറയുന്ന വലിയ കാര്യമൊന്നും ആയിരിക്കത്തില്ല. ദൈവിക പാതയിൽ നിന്നുള്ള ഒരു ചെറിയ വ്യതിചലനത്തിൽ പോലും ദൈവം നമുക്കൊരു ചെറിയ അടി തന്ന് മടക്കി വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് വലിയൊരു ശിക്ഷയായിട്ട് ചിന്തിക്കേണ്ട, ഒരു ശിക്ഷണം എന്ന നിലയിൽ നമ്മൾ എടുത്താൽ മതി. ഒരു ഡിസിപ്ലിനാണ്. Whenever something happens in your life, you just ask God, why this happened in my life? It is God's language. ആ ലാംഗ്വേജ് മനസ്സിലാക്കാതെ ഒരു വ്യാജ പ്രത്യാശ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അനുതാപം ഉണ്ടാകത്തില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രോഫറ്റ്സ് ഒരു വ്യാജ പ്രത്യാശ കൊടുക്കുമ്പോൾ, ഇതാ നിന്നെ വാലല്ല തലയാക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് ഒരു വ്യാജ സുഖമാണ്. വ്യാജസുഖം. അത് തന്നെയല്ല, ഇവർ പ്രവചിക്കുന്ന മുഴുവൻ പ്രവാചകന്മാരെ കൊണ്ട് ഉദ്ദേശിക്കാത്തൊരു കാര്യമാണ്. പ്രവാചകൻ എന്തിനു വേണ്ടിയാണ്? ദൈവവുമായിട്ടുള്ള അവരുടെ ബന്ധത്തിൽ പാളിച്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ അവരെ തിരികെ വരുത്താൻ വേണ്ടിയാണ് പ്രോഫറ്റ്സിനെ ദൈവം അയക്കുന്നത്. നിങ്ങളും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ പാളിച്ച പറ്റിയിട്ടുണ്ട് എന്ന് വന്നു പറയുന്ന പ്രോഫറ്റ് ആരാ? അവിടെയാണ് ചോദ്യം. ഒരു പക്ഷേ നിരാശയുടെ കയത്തിലേക്ക് മുങ്ങിപ്പോകുന്ന ഒരാൾക്കൊരു പ്രത്യാശയുടെ ദൂത് ഒരു പ്രവാചകൻ കൊടുക്കത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇറ്റ് ഈസ് പോസിബിൾ. പക്ഷേ പ്രാഥമികമായി പ്രവാചകനെ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്? വഴിതെറ്റിപ്പോകുന്ന, വ്യതിചലിക്കപ്പെട്ടു പോകുന്ന വ്യക്തികളെ നേരായ പാതയിലേക്ക്, ശരിയായ പാതയിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ വേണ്ടിയാണ് പ്രോഫറ്റ്സിനെ അയക്കുന്നത്. ബാബേലിലേക്ക് പ്രവാസത്തിലേക്ക് കൊണ്ടുപോയിട്ട് 2 വർഷത്തിനകം മടക്കിക്കൊണ്ട് വരുത്തും എന്ന് പറയുമ്പോൾ അല്പമെങ്കിലും അനുതാപമുള്ള ജനത്തിൻ്റെ പോലും അനുതാപത്തെ കെടുത്തിക്കളയുന്ന വാക്കാണത്. വാസ്തവം അതാണെങ്കിൽ വേണ്ടുകയില്ല. പിന്നെ ഒരു കാര്യം,
ഒരുവൻ യഥാർത്ഥ പ്രവാചകനാണെങ്കിൽ ജനത്തിന് നഷ്ടമുണ്ടാകണമെന്നും അവർ കഷ്ടം അനുഭവിക്കണമെന്നൊന്നും അവന് നിർബന്ധമൊന്നുമില്ല. ഇവിടെ ജെറമ്യാ പറയുന്ന ഒരു കാര്യം എന്താണ്? അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ ജെറമ്യാ പ്രവാചകൻ പുരോഹിതന്മാരും യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്ന സകല ജനവും കേൾക്കെ ഹനന്യാ പ്രവാചകനോട് പറഞ്ഞത്, ആമേൻ, യഹോവ അങ്ങനെ ചെയ്യുമാറാകട്ടെ. അതിൻ്റെ അർത്ഥം എന്താ? അവൻ പറയുക, ഹനനയ, നീ പറഞ്ഞതുപോലെ 2 വർഷത്തിനകം ബാബേലിൽ നിന്ന് നമ്മുടെ ജനം മടങ്ങി വരണമെന്നാണ് അല്ല എൻ്റെയും ആഗ്രഹം. എനിക്ക് അവരവിടെ കഷ്ടപ്പെടണമെന്നോ നമ്മുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ നമ്മൾ എടുത്തുകൊണ്ട് പോയതായ ഉപകരണങ്ങളൊക്കെ അവിടെ നഷ്ടപ്പെട്ടു പോകണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. എനിക്കും ആഗ്രഹം നമ്മൾ സുഖമായിട്ട് എല്ലാ കാര്യങ്ങളും വേണമെന്ന്. എൻ്റെ ആഗ്രഹം അതാ. ആമേൻ, യഹോവ അങ്ങനെ ചെയ്യുമാറാകട്ടെ. യഹോവയുടെ ആലയം വക ഉപകരണങ്ങളെയും സകല ബദ്ധന്മാരെയും അവൻ ബാബേലിൽ നിന്ന് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന് നീ പ്രവചിച്ച വാക്കുകളെ യഹോവ നിവർത്തിക്കുമാറാകട്ടെ. എങ്കിലും അതല്ല സംഭവിക്കാൻ പോകുന്നത്. ഇതാണ് ഒറ്റയ്ക്ക് നിൽക്കുന്ന, ദൈവശബ്ദം കേട്ട, ദൈവത്തിൻ്റെ കൈ നിമിത്തം തനിച്ചിരിക്കുന്ന ജെറമ്യായുടെ വാക്കുകളുടെ പ്രത്യേകത. ഹീ സ്റ്റാൻഡിങ് അലോൺ. ഒഫീഷ്യൽ പ്രോഫറ്റ് പറഞ്ഞതല്ലേ? അവനൊരിക്കലും ചിന്തിച്ചില്ല, ഞാൻ എൻ്റെ നല്ല പ്രായത്തിൽ യുവമാരോടെല്ലാം നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതാ, എന്നിട്ട് അവന്മാർ കേട്ടില്ല, ഇനി ഒന്ന് അനുഭവിക്കട്ടെ. അങ്ങനെ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ജനത്തോട് ഒരു രീതിയിലും ഉത്തരവാദിത്തമില്ലാത്ത വ്യക്തിയാണ്. ഒരു പ്രവാചകൻ എന്ന് പറയുന്നത് തീർച്ചയായും ജനങ്ങളുടെ നന്മയിൽ സന്തോഷിക്കുന്ന ആൾ തന്നെയാണ്, അല്ലാതെ ജനങ്ങൾ നഷ്ടപ്പെട്ടു പോകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി അല്ല. ഞാൻ പറഞ്ഞില്ല, മോസസിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ അവൻ ജനങ്ങളോട് ഭയങ്കര ഹാർഷായിട്ടാണ് ഇടപെടുന്നത്, പക്ഷേ ദൈവത്തിൻ്റെ സന്നിധി ചെല്ലുമ്പോൾ അവൻ കരയുകയാണ്. ജെറമ്യാ വാസ് അനദർ എക്സാമ്പിൾ ഫോർ ദാറ്റ്. ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈവൻ ചാപ്റ്റർ 8-ലും ചാപ്റ്റർ 9-ലും ഒക്കെ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ ജെറമ്യായുടെ പ്രത്യേകത, ഹി വാസ് എ വീപ്പിംഗ് പ്രോഫറ്റ്. ജെറമ്യായെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഹി വാസ് എ വീപ്പിംഗ് പ്രോഫറ്റ്. അവൻ കരയുന്ന പ്രവാചകൻ എന്നാണ് പറയുന്നത്. വേദപുസ്തകത്തിൽ വിലാപങ്ങൾ എന്ന പേരിൽ ഒരു പുസ്തകം തന്നെ എഴുതിയ ആളാണ് ജെറമ്യാ. ഹി വാസ് ഓൾവേസ് വീപ്പിംഗ്. എവിടെയാണ് വീപ്പ് ചെയ്യുന്നത്? ആളുകളുടെ മുമ്പിൽ പോയ അല്ല അവൻ കരയുന്നത്. എവിടെ പോയാൽ കരയുന്നത്? ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ്. ജനങ്ങളോട് എത്ര ഹാർഷായിട്ട് ഇടപെടുമ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ കരയുന്നവനാണ് യഥാർത്ഥ പ്രവാചകൻ. അവൻ 8-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ, എൻ്റെ ജനത്തിൻ പുത്രിയുടെ മുറിവ് നിമിത്തം ഞാനും മുറിപ്പെട്ട് ദുഃഖിച്ച് നടന്നു, സ്തംഭനം എന്നെ പിടിച്ചിരിക്കുന്നു. നോക്ക്, ഒരു 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 വല്ലാത്ത വേദനയുടെ ആഗണി അവൻ അനുഭവിക്കുകയാണ്. എന്തുകൊണ്ടാണ്? എനിക്കൊന്നും കഴിക്കാൻ കിട്ടുന്നില്ലെന്നോ കുടിക്കാൻ കിട്ടുന്നില്ലെന്നോ, എൻ്റെ പിള്ളേർക്ക് BSc നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടിയില്ലെന്ന് പറഞ്ഞൊന്നുമല്ല. എന്താണ്? എൻ്റെ ജനത്തിൻ പുത്രിയുടെ മുറിവ് നിമിത്തം ഞാനും മുറിപ്പെട്ട് ദുഃഖിച്ച് നടക്കുന്നു. അവന് മുറിവുണ്ടായിട്ടല്ല, ജനത്തിൻ പുത്രിയുടെ മുറിവ് അവൻ്റെ മുറിവായി അവൻ തിരിച്ചറിഞ്ഞത് കൊണ്ട്. അതാണ് ജനത്തിന് വേണ്ടി കരയുന്ന പ്രോഫറ്റാണ് അവൻ. ജനങ്ങളുടെ വേദന അവൻ്റെ വേദനയാണ്. ഇതാണ് പ്രോഫറ്റിൻ്റെ പ്രത്യേകത. അവൻ ജീവിക്കുന്ന അവന് വേണ്ടിയല്ല, അവൻ ജീവിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? അവൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. എന്നിട്ട് 9-ാം അധ്യായം തുടങ്ങുമ്പോൾ അവിടെ പറയുന്ന, അയ്യോ, എൻ്റെ ജനത്തിൻ പുത്രിമാരുടെ നിഹിതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എൻ്റെ തല വെള്ളവും എൻ്റെ കണ്ണ് കണ്ണീരുറവുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. സോ ഹി വാസ് സ്റ്റാൻഡിങ് ഫോർ ദ പീപ്പിൾ. അവൻ ജനത്തിന് വേണ്ടി നിലകൊള്ളുന്നതായ വ്യക്തിയാണ്. അതേപോലെ തന്നെ ഇവിടെ വീണ്ടും അവൻ പറയുകയാണ്, ആമേൻ, യഹോവ അങ്ങനെ ചെയ്യുമാറാകട്ടെ, എൻ്റെയും ആഗ്രഹം അതാണ്. എന്നാൽ ഞാൻ നിന്നോടും സകല ജനത്തോടും പറയുന്ന ഈ വചനം കേട്ടുകൊള്ളുക. എനിക്കും നിനക്കും മുമ്പ് പണ്ടേ ഉണ്ടായിരുന്ന പ്രവാചകന്മാർ അനേകം ദേശങ്ങൾക്കും വലിയ രാജ്യങ്ങൾക്കും വിരോധമായി യുദ്ധവും അനർത്ഥവും മഹാമാരിയും പ്രവചിച്ചു. ജെറമ്യാ പറയാണ്, നിങ്ങൾ സമാധാനം സമാധാനം എന്ന് മാത്രമേ പ്രവചിച്ചിട്ടുള്ളൂ. പക്ഷെ പ്രവാചകൻ എപ്പോഴും സമാധാനം പ്രവചിക്കുന്നവനല്ല. എനിക്കും നിനക്കും മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരൊക്കെ എന്ത് ചെയ്തു? അനേകം ദേശങ്ങൾക്കും വലിയ രാജ്യങ്ങൾക്കും വിരോധമായി യുദ്ധവും അനർത്ഥവും മഹാമാരിയും പ്രവചിച്ചു. സമാധാനം പ്രവചിക്കുന്ന പ്രവാചകനോ അവൻ്റെ വചനം നിവൃത്തിയാകുമ്പോൾ സത്യമായിട്ട് യഹോവ അയച്ച പ്രവാചകനും തെളിയും എന്ന് യിരെമ്യാ പ്രവാചകൻ പറഞ്ഞു. സത്യമായ പ്രവചനം എന്താണെന്നുള്ളത് തെളിയുന്ന എപ്പോഴാണ്? 2 കൊല്ലം കഴിയട്ടെ, അന്നേരം അറിയാം. സമാധാനം പ്രവചിച്ചിട്ട് അവന് തിരിച്ച് അങ്ങ് പോകാൻ പറ്റും അല്ലേ? സമാധാനം പ്രവചിച്ചിട്ട് അവന് പോയാൽ മതി. പക്ഷേ
ഇവിടെ ജെറമ്യാ പറയാണ്, let us see who is the real prophet. നീ ചിന്തിക്കരുത്. അപ്പം ഈ ജെറമ്യായെക്കുറിച്ചുള്ള ഒരു വലിയ ആളുകളുടെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ എപ്പോഴും പറയുന്നത് മുഴുവൻ എന്താണ്? യുദ്ധം, ക്ഷാമം, അല്ലെങ്കിൽ ഓൾ ദ ടൈം ഡിസാസ്റ്ററാണ് ഇവൻ്റെ വായിൽ നിന്നെല്ലാം വരുന്നത്. അതുകൊണ്ടാണ് അവൻ ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത് അവൻ ദൈവത്തോട് തന്നെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എന്താ നീ ഇങ്ങനെ ഒരു കാര്യം എന്നോട് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഞാൻ ഈ ജനങ്ങളോട് എനിക്ക് നന്മ പ്രവചിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, പക്ഷേ നന്മ പ്രവചിക്കാനായിട്ട് എനിക്ക് കഴിയാത്ത രീതിയിൽ എപ്പോഴും ഈ ഇങ്ങനെയുള്ള ഈ ശാപവാക്കുകൾ ഉതിർക്കാൻ വേണ്ടിയാണോ നീ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പോലും ചോദിക്കുന്ന ഒരു ചോദ്യം. അതിൻ്റെ 15-ാമത്തെ നമ്മൾ വായിച്ചല്ലോ, അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ, എൻ്റെ അമ്മേ, സർവ്വദേശത്തിനും കലഹക്കാരനും വിവാദക്കാരനും ആയിരിക്കുന്ന എന്നെ നീ പ്രസവിച്ചുവല്ലോ. അയ്യോ കഷ്ടം, ഞാൻ പലിശയ്ക്ക് കൊടുത്തിട്ടില്ല, എനിക്ക് ആരും പലിശ തന്നിട്ടുമില്ല, എന്നിട്ടും അവരെല്ലാവരും എന്നെ ശപിക്കുന്നു. നോക്ക്, ജെറമ്യായുടെ പ്രശ്നം അതാണ്. ജെറമ്യായ്ക്ക് നന്മ പ്രവചിക്കണമെന്നുണ്ട്. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, ആമേൻ, യഹോവ അങ്ങനെ ചെയ്യുമാറാകട്ടെ. പക്ഷെ നന്മ പ്രവചിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും ഇവൻ്റെ ആഗ്രഹമനുസരിച്ച് ഇവന് പ്രവചിക്കാൻ പറ്റത്തില്ല. പറ്റുമോ? ഇല്ല. എന്താ പ്രവചിക്കാൻ പറ്റുള്ളൂ? ദൈവം പറയുന്ന കാര്യം മാത്രമേ പ്രവചിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ജെറമ്യായെ കാണുമ്പോഴേ ആളുകൾക്ക് പേടിയാ, അതേണ്ട വരുന്നു ഇനി അടുത്തത്. നിങ്ങൾ യഥാർത്ഥത്തിൽ കർത്താവിന് വേണ്ടി നിലകൊള്ളുകയാണെങ്കിൽ നിങ്ങൾ സ്റ്റേജിൽ കയറുമ്പോൾ ജനങ്ങൾ പറയും, ഇനി ഇയാൾ എന്തോ അടുത്തതാണ് പറയാൻ പോകുന്നത്. നിങ്ങളെ കാണുന്നത് ജനങ്ങൾക്ക് പേടിയായിരിക്കും. എന്തുകൊണ്ട്? ബിക്കോസ് യു ആർ സേയിങ് ദ ട്രൂത്ത്. ദ പീപ്പിൾ ഡസൻറ്റ് വാണ്ട് ടു ഹിയർ ദ ട്രൂത്ത്. ആളുകൾക്ക് സത്യം കേൾക്കാനല്ല ഇഷ്ടം. ജനങ്ങൾക്ക് വേണ്ടത് വേദനിപ്പിക്കുന്ന സത്യമല്ല. വേണ്ടതെന്ന് പറയുന്നത് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് വേദനിപ്പിക്കുന്ന സത്യമല്ല, സുഖിപ്പിക്കുന്ന കള്ളമാണ്. അതുകൊണ്ട് എന്താ, പ്രോഫറ്റ്സും എന്തു തന്നെ പഠിച്ചു? സുഖിപ്പിക്കുന്ന കള്ളം പറയാൻ പഠിച്ചു. അവിടെയാണ് ജെറമ്യാ ചോദിക്കുന്നത്, നീ എന്നെ കൊണ്ട് സുഖിപ്പിക്കുന്ന ഒരു വാക്ക് പോലും പറയാൻ സമ്മതിക്കാത്തത്. എനിക്കിവരെ ആരെയും ശപിക്കണമെന്ന് ആഗ്രഹമില്ല. ഞാൻ എന്തോ ചെയ്തിട്ടാ? ഞാൻ പലിശയ്ക്ക് കൊടുത്തിട്ടില്ല, ഞാൻ ആരുടെയും പലിശ വാങ്ങിച്ചിട്ടുമില്ല. എന്നിട്ടും ഞാൻ നല്ല വാക്ക് പറയാൻ നാക്ക് പൊക്കുമ്പോഴേ പറഞ്ഞു വരുന്നതെല്ലാം ശാപവാക്കുകളാണ്. ഞാൻ പലപ്പോഴും ഈ ഗുഡ് ന്യൂസിലൊക്കെ എഴുതുന്ന സമയത്ത് ഞാൻ തന്നെ ചോദിച്ചിട്ട്, എൻ്റെ ദൈവമേ, എഴുതി കഴിയുമ്പോഴാണ്, നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണല്ലോ ഈ ഇറങ്ങി വരുന്നത്. എൻ്റെ ദൈവമേ, ഇത് പറയാനായിട്ട് മാത്രമാണോ നീ എന്നെ ഇത് ഏൽപ്പിച്ചേക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഇത് പറയാനായിട്ട് മാത്രം. പക്ഷെ അതാണ് ജനങ്ങൾക്ക് ആവശ്യമുള്ളത്. ജനങ്ങൾക്ക് ആഗ്രഹമുള്ളത് കൊടുക്കാനല്ല ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്, ജനങ്ങൾക്ക് ആവശ്യമുള്ളത് കൊടുക്കാനാണ്. അതുകൊണ്ട് ജെറമ്യാ പറയുക, ഞാനെപ്പോഴും ശാപവാക്കുകൾ, ജനങ്ങൾ എന്നെ കാണുമ്പോഴേ ശപിക്കുകയാണ്. ദേണ്ട വരുന്നു അടുത്ത കാര്യം പറയാനായിട്ട്, ദേണ്ട വരുന്നൊരുത്തൻ ഇനിയിപ്പോൾ നമ്മളെ പിടിച്ചുകൊണ്ട് പോകും എന്നൊക്കെ പറയാനായിട്ട് ദേണ്ടൊരുത്തൻ വന്നിരിക്കുന്നു. അവനിഷ്ടമുണ്ടായിട്ടല്ല. അവനെന്നുകൊണ്ടാണ് പറയുന്നത്, എൻ്റെ അമ്മേ, സർവ്വദേശത്തിനും കലഹക്കാരനും വിവാദക്കാരനും ആയിരിക്കുന്ന എന്നെ നീ പ്രസവിച്ചുവല്ലോ. വൈ? ബിക്കോസ് ഹി ഈസ് ഓൾവേസ് പ്രീച്ചിങ് ഡിസാസ്റ്റർ. ഇപ്പോൾ ഹനനയോട് ജെറമ്യാ പറയാണ്, നിനക്ക് എനിക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരും ഒക്കെ ഡിസാസ്റ്റർ പ്രസംഗിച്ചിട്ടുള്ളതാടാ, അല്ലാതെ ഞാൻ മാത്രമൊന്നുമല്ല ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. നീ സമാധാനം പ്രവചിച്ചുകൊണ്ടിരിക്കുക, കാണട്ടെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. എനിക്കും സമാധാനം പ്രസംഗിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരിക്കുന്നത് കൊണ്ട് എനിക്ക് തോന്നിയത് പറയാൻ പറ്റുന്നില്ല. ദൈവത്തിൻ്റെ അഭിഷേകം എൻ്റെ മേൽ കിടക്കുന്നത് കൊണ്ട്, ദൈവത്തിൻ്റെ കൈ എൻ്റെ മേൽ കിടക്കുന്നത് കൊണ്ട് നിന്നെപ്പോലെ ജനങ്ങളെ സുഖിപ്പിക്കുന്ന വർത്തമാനം പറയാൻ എനിക്ക് പറ്റുന്നില്ല. പ്രിയമുള്ളവരെ, കർത്താവിന് വേണ്ടി തനിയെ നിൽക്കുമ്പോൾ, കർത്താവിൻ്റെ ശബ്ദം അനുസരിച്ച് ജീവിക്കുമ്പോൾ, യഹോവയുടെ വാക്ക്, ശരിക്കും ജെറമ്യായോടുള്ള കർത്താവിൻ്റെ പ്രോമിസ് അതായിരുന്നു, നീ എൻ്റെ വാക്ക് ഞാൻ നിൻ്റെ നാവിൽ തന്നോളാം. നീ പറയുന്നതൊക്കെ ആരുടെ വാക്കായിരിക്കും? എൻ്റെ വാക്കുകൾ ആയിരിക്കും. ഒരു ഡിവൈൻ കമ്മീഷനിങ്, ഒരു ഡിവൈൻ മെസ്സേജ് കൊടുത്ത് അവനെ പറഞ്ഞു വിടുന്നത്. നീ നിൻ്റേതായിട്ടൊന്നും പറയണ്ട, നീ എന്ത് ചെയ്താൽ മതി, ഞാൻ നിന്നെ അയക്കുന്ന സ്ഥലത്തേക്ക് നീ പോകണം, ഞാൻ നിന്നോട് പറയുന്ന കാര്യങ്ങൾ നീ പറയണം. അതിൻ്റെ മെസ്സേജ് ചുരുക്കാനോ കൂട്ടാനോ സുഖിപ്പിക്കാനോ ലളിതമാക്കാനോ ഒന്നും നീ പരിശ്രമിക്കണ്ട. ബിക്കോസ് ഇറ്റ് ഇസ് എ ഡിവൈൻ മെസ്സേജ്. യഹോവയ്ക്ക് വേണ്ടി ഒറ്റയ്ക്ക് നിൽക്കുവാൻ, യഹോവയ്ക്ക് വേണ്ടി നിലനിൽക്കുവാൻ, യഹോവയുടെ പക്ഷത്ത് ഉറച്ചു നിൽക്കുവാൻ നമ്മൾ തീരുമാനമെടുത്താൽ, നമ്മൾ പ്രവചിക്കുന്നതും നമ്മൾ പ്രസംഗിക്കുന്നതും നമ്മൾ ശുശ്രൂഷിക്കുന്നതും ജനങ്ങളുടെ ഇഷ്ടമനുസരിച്ചായിരിക്കില്ല,
യഹോവയിൽ നിന്ന് നമ്മൾ പ്രാപിച്ചതിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? വി ആർ ജസ്റ്റ് ട്രാൻസ്ഫറിങ് ദ മെസ്സേജ്. വി ആർ നോട്ട് ട്രാൻസ്ഫോമിങ് ദ മെസ്സേജ്, വി ആർ ട്രാൻസ്ഫറിങ് ദ മെസ്സേജ്. പല സമയത്തും ഇന്നുണ്ടാകുന്ന എന്താണ്? മെസ്സേജ് തന്നെ ഇവരെന്ത് ചെയ്യുകയാണ്? ട്രാൻസ്ഫോം ചെയ്യുകയാണ്, രൂപാന്തരപ്പെടുത്തുകയാണ്. നോ, ഇഫ് യു സ്റ്റാൻഡ് അലോൺ, ദ പീപ്പിൾ വിൽ അണ്ടർസ്റ്റാൻഡ് ലേറ്റർ, നോട്ട് നൗ. സമാധാനം പ്രവചിക്കുന്നവൻ്റെ കൂട്ടത്തിൽ ആൾ കാണും, പക്ഷേ സമാധാനം പ്രവചിക്കാനല്ല നമ്മളെ ദൈവം വിട്ടിരിക്കുന്നത്. പാപം ചെയ്ത ജനതയെ സുഖിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞു വിടാനല്ല. God wants us to be people who stand for God. ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു വലിയ ഒരു നിലപാട് നമുക്ക് അത്യന്താപേക്ഷിതമാണ്. അവിടെ താഴോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ വായിക്കുന്ന 10-ാമത്തെ വാക്യത്തിൽ 28:10, അപ്പോൾ ഹനനയ പ്രവാചകൻ യിരെമ്യാവിൻ്റെ കഴുത്തിൽ നിന്ന് ആ നുകം എടുത്ത് ഒടിച്ചു കളഞ്ഞിട്ട്, നോക്കുക, അവനെന്ത് ചെയ്തു? സകല ജനവും കേൾക്കെ ഇങ്ങനെ, ഞാൻ 2 സംവത്സരത്തിനകം ബാബേൽ രാജാവ് നെബൂഖദ്നേസറിൻ്റെ നുകം സകല ജാതികളുടെയും കഴുത്തിൽ നിന്ന് എടുത്ത് ഒടിച്ചു കളയും എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അവൻ വീണ്ടും എന്താണ്? ഹി ഈസ് ഡൂയിങ് സംതിങ് ലൈക്ക് ദാറ്റ്. വാട്ട്? എന്താ? ഈ സമാധാനത്തിൻ്റെ കാര്യങ്ങൾ തന്നെ കാണിക്കാനായിട്ട് ഹനനയ പ്രവാചകൻ എന്ത് ചെയ്യാണ്? യിരെമ്യായുടെ കഴുത്തിൽ നിന്ന് നുകമെടുത്ത് ഓടിച്ചു കളഞ്ഞിട്ട് പറഞ്ഞു, ഐ ആം ഗോയിങ് ടു ഡിസ്ട്രോയ് ദ യോക്ക് ഓഫ് ബാബിലോൺ. ബാബിലോണിൻ്റെ നുകം ഞാനെടുത്ത്, നെബൂഖദ്നേസർ നുകം ഞാനെടുത്ത് ഓടിച്ചു കളയും. യിരെമ്യാ അവൻ്റെ വഴിക്ക് പോയി. എന്നിട്ട് താഴെ വരുമ്പോൾ അതിൻ്റെ 13-ാം വാക്യത്തിൽ യഹോവ യിരെമ്യാവിനോട് പറയുകയാണ്, നീ ചെന്ന് ഹനന്യാവിനോട് പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മരം കൊണ്ടുള്ള നുകം ഒടിച്ചു കളഞ്ഞു, അതിന് പകരം നീ ഇരുമ്പ് കൊണ്ടുള്ളൊരു നുകം ഉണ്ടാക്കിയിരിക്കുന്നു. കർത്താവിന് വേണ്ടി നിലകൊള്ളുമ്പോൾ, കർത്താവിൻ്റെ വാക്കുകൾ പ്രവചിക്കുമ്പോൾ, കർത്താവിൻ്റെ വാക്കുകൾ മാത്രം എൻ്റെ നാവിലുണ്ടായിരിക്കുമ്പോൾ, God is with us and He is standing with us. Of course, first we are standing with Him and then we will know that God is standing with us. ആദ്യം നമ്മൾ യഹോവയുടെ പക്ഷത്ത് നിൽക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് എന്തറിയാൻ കഴിയും? ദൈവം നമ്മുടെ പക്ഷത്ത് നിൽക്കുന്നത് കാണുവാൻ പറ്റും. യിരെമ്യാ പറയാണ്, താഴോട്ട് അടുത്ത അധ്യായം വായിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ 29:10, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ബാബേലിലെ 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുകയുള്ളൂ. He was standing alone. Jeremiah was standing alone. I have a lot of things to say about Jeremiah. യെരെമ്യായെക്കുറിച്ച് എത്ര പറഞ്ഞാലും തീരാത്തതുപോലെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നീടുള്ള ഓരോ ഭാഗങ്ങളും നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് ഇവൻ ഒറ്റയ്ക്ക് നിന്ന് പോരാടിയതിൻ്റെ സകല പ്രതിസന്ധികളും നമ്മൾ കാണുന്നുണ്ട്. യെരെമ്യായെപ്പോലെ കഷ്ടമനുഭവിച്ച, യെരെമ്യായെപ്പോലെ പീഡിപ്പിക്കപ്പെട്ട ഒരു പ്രോഫറ്റ്, കൊന്നുകളഞ്ഞ പ്രോഫറ്റ്സ് ഉണ്ട്, പക്ഷേ പീഡിപ്പിക്കപ്പെട്ടതായ പ്രോഫറ്റ്സ് എത്രയോ പ്രാവശ്യം അവനെ കുണ്ടറകളിലിടുകയും ഞെരുക്കത്തിൻ്റെ അപ്പം കൊടുക്കുകയും മുള്ളുകൾക്കിടയിലൂടെ ഇട്ട് വലിക്കുകയും, ഹി വാസ് റിയലി പേഴ്സിക്യൂട്ടഡ്. പക്ഷെ ഒരിക്കൽ പോലും യെരെമ്യാ എന്ത് ചെയ്തിട്ടില്ല? അവൻ്റെ വാക്കുകൾക്ക് യാതൊരു വ്യത്യാസവും വരുത്തിയിട്ടില്ല. ഒരിക്കൽ പോലും അവൻ്റെ കൂടെ നിൽക്കാൻ ഒരാളെ ദൈവം കൊടുത്തു. ജസ്റ്റ് എ സിംഗിൾ പേഴ്സൺ. ഹൂ ഹി വാസ് ബാരൂക്ക്. അവൻ്റെ സെക്രട്ടറി ആയിട്ടൊരാളെ കൊടുത്തു കർത്താവ്, ബാരൂക്ക്. പക്ഷേ ബാരൂക്കും പേടിച്ചു പോയി. ബാരൂക്കിനും പിടിച്ചു നിൽക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കർത്താവ് അവനെ ശക്തീകരിച്ചതായ ഒരു ഭാഗം അതോടെ വായിച്ച് ഞാൻ ഈ ഭാഗം സെഷൻ അവസാനിപ്പിക്കുകയാണ്. വാസ്തവത്തിൽ ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞ ഭാഗം അതാണ്. 45-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ യിലൂടെ ബാരൂക്കിനോട് ദൈവം സംസാരിക്കുന്ന ഒരു വാക്കുണ്ട്, എന്നാൽ നീ നിനക്കായിട്ട് വലിയ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നുവോ? ആഗ്രഹിക്കരുത്. ഞാൻ സർവ്വജനത്തിനും അനർത്ഥം വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട്. എങ്കിലും നീ പോകുന്ന എല്ലായിടത്തും ഞാൻ നിൻ്റെ ജീവനെ നിനക്കൊരു കൊള്ള പോലെ തരും എന്നിങ്ങനെ നീ അവനോട് പറക എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ബാരൂക്കിനോടുള്ള ദൈവത്തിൻ്റെ വചനം വാസ്തവത്തിൽ കർത്താവിനോട് സംസാരിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഡു യു സീക്ക് ഗ്രേറ്റ് തിങ്സ് ഫോർ യുവർ സെൽഫ്? ഡു നോട്ട് സീക്ക്. നീ നിനക്ക് വേണ്ടി തന്നെ വലിയ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നുവോ? ഒരു നാളും ആഗ്രഹിക്കരുത്. ഇഫ് യു ആർ സ്റ്റാൻഡിങ് അലോൺ, കർത്താവിനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ, കർത്താവിന് വേണ്ടി വീര്യം പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ വീര്യം പ്രവർത്തിക്കാൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് യു ആർ ഗോയിങ് ടു പെർഫോം മിറക്കിൾസ് ആൻഡ് ഓൾ. മറ്റൊന്നുമല്ല. എന്താണ് വീര്യം പ്രവർത്തിക്കാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല. എല്ലാവരും എതിരായി നിൽക്കുമ്പോഴും കർത്താവിന് വേണ്ടി തന്നെ നിൽക്കുവാൻ, കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ നിങ്ങൾ തീരുമാനമെടുക്കുന്നുവെങ്കിൽ
നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഡോണ്ട് തിങ്ക് ദാറ്റ് യു ആർ ഗോയിങ് ടു ഗെറ്റ് എ റിവാർഡ് ഹിയർ. അതിനൊരു പ്രതിഫലം ഇവിടെ ഉണ്ടാകുമെന്ന് നിങ്ങൾ ആരും ചിന്തിക്കരുത്. പലപ്പോഴും ആളുകൾക്കുണ്ടാകുന്ന ഒരു വലിയ പ്രോബ്ലം അതാണ്. പാസ്റ്റർമാർ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ബ്രദറെ ഞാൻ എൻ്റെ ആവുന്ന കാലത്ത് ഒത്തിരി കഷ്ടപ്പെട്ടു, ഇപ്പം കർത്താവ് എന്നെ അങ്ങ് മാനിച്ചിരിക്കുകയാണെന്ന്. അത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നും, ഇതിനു വേണ്ടിയാണോ അന്ന് ഒത്തിരി കഷ്ടപ്പെട്ടതെന്ന്? ഇതിനു വേണ്ടിയാണോ കഷ്ടപ്പെട്ടത്? പിന്നെ മാനം കിട്ടുമെന്ന് വെച്ചാണോ? ഇതായിരുന്നോ മനസ്സിലിരിപ്പ്? പക്ഷേ ബാരൂക്കിനോട് കർത്താവ് പറയുന്നൊരു കാര്യം, ഐ ഹാവ് കോൾഡ് യു, ഞാൻ നിന്നെ വിളിച്ചു, പക്ഷേ നീ നിനക്കായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? നീ നിനക്കായി തന്നെ വലിയ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നുവോ? ഒരു നാളും ആഗ്രഹിക്കരുത്. കർത്താവിന് വേണ്ടി ഒറ്റയ്ക്ക് നിൽക്കാൻ തീരുമാനമെടുക്കുമ്പോൾ ഇതിന് പ്രതിഫലമായി ദൈവം എനിക്ക് വലിയ വലിയ കാര്യങ്ങൾ ഇവിടെ ചെയ്തു തരുമെന്നുള്ള ഹിഡൻ അജണ്ടയുമായി ഒരാൾ നിന്നാൽ അവൻ കർത്താവിന് വേണ്ടി നിൽക്കുന്നവനല്ല, അവനവൻ്റെ അജണ്ടയ്ക്ക് വേണ്ടി നിൽക്കുന്നവനാണ്. പക്ഷേ ലേവ്യരുടെ അവസ്ഥ പോലെ എന്താണ്? അവർ കർത്താവിന് വേണ്ടി വീര്യം പ്രവർത്തിച്ചപ്പോൾ അവർക്ക് കർത്താവ് എന്തോ കൊടുത്തു? ഒന്നും കൊടുത്തില്ല. ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, ഞാൻ നിൻ്റെ ഓഹരിയായിരിക്കും. ഇഫ് യു സീക്ക് ഗ്രേറ്റ് തിങ്സ് ഫോർ യുവർ സെൽഫ്, യു ആർ നോട്ട് എ റിയൽ പ്രോഫറ്റ്. നിങ്ങൾ യഥാർത്ഥത്തിൽ കർത്താവിന് വേണ്ടി നിലകൊള്ളുന്ന, ഒറ്റയ്ക്ക് നിലകൊള്ളുന്ന ഒരു പ്രവാചകനാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള സകല മോഹങ്ങളെയും നിങ്ങൾ ഉപേക്ഷിച്ചിരിക്കും. അതിന് യാതൊരു സംശയമില്ല. നീ നിനക്കായി തന്നെ വലിയ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നുവെങ്കിൽ യു ആർ നോട്ട് എ റിയൽ പ്രോഫറ്റ്. ലെറ്റ്സ് ക്ലോസ് അവർ ഐസ്. കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. ജെറമ്യായുടെ ജീവിതത്തിൽ നിന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നതായ പാഠങ്ങളാണല്ലോ ഇത്. ഹി വാസ് സ്റ്റാൻഡിങ് അലോൺ ഫോർ ഗാഡ്. He was a weeping prophet. He was a harsh man towards the people, but he was weeping before God. He was a real prophet. He was a genuine man. അവൻ വ്യാജങ്ങളില്ലാത്ത, മുഖം മൂടികളില്ലാത്ത ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു ചെന്ന് അവൻ്റെ ഹൃദയം പകരുവാൻ ഒരു മടിയുമില്ലാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു. നമ്മുടെ വ്യാജഭാവങ്ങളൊക്കെ ദൈവസന്നിധി നമുക്കൊന്ന് ഇറക്കി വെക്കാം. പറയാം, കർത്താവേ, എനിക്ക് ഫ്രസ്ട്രേഷൻസ് ഉണ്ട്, എനിക്ക് പ്രശ്നങ്ങളുണ്ട്, എനിക്ക് പറയുന്നത് പോലെ എല്ലാവരും അഭിനയിക്കുന്നത് പോലെ ഉയർന്നു വരുന്ന ദൈവ കൃപയുടെ വലിയ മാഹാത്മ്യമൊന്നും അവിടുന്ന് വിടുന്നൊന്നും എനിക്ക് കയറി വരുന്നൊന്നുമില്ല. സംടൈംസ് ഐ ഫീൽ ഐ ആം വീക്ക്. കർത്താവേ, ഞാൻ ബലഹീനനാണെന്ന് ഞാൻ പലപ്പോഴും മനസ്സിലാക്കുന്നു. എനിക്ക് കഴിവുകളില്ല എന്നുള്ളത് ഞാൻ പലപ്പോഴും മനസ്സിലാക്കുന്നു. കർത്താവേ, ഐ വോണ്ട് ടു ബി റിയൽ ഓ ഗാഡ്. നിൻ്റെ സന്നിധിയിൽ എനിക്ക് ജെനുവിൻ ആകണം. ഹല്ലേലൂയ. എന്ന് തന്നെയല്ല ജെറമ്യായുടെ പ്രത്യേകത. അവൻ പറയാണ്, നീ നിൻ്റെ നാമം നിമിത്തം എന്നെ വിളിച്ചിരിക്കുന്നു, നിൻ്റെ നാമത്തിനായിട്ട് എന്നെ വിളിച്ചിരിക്കുന്നു. കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ ക്യാരക്ടർ മൂലവും അവൻ്റെ ക്യാരക്ടറിലേക്ക്, ദൈവ സ്വഭാവത്തിലേക്ക് വളരുവാനുമാണ്. അതുകൊണ്ട് എൻ്റെ ആ ലക്ഷ്യം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരിക്കണം. ഞാൻ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നുവെങ്കിൽ, ഞാൻ ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നുവെങ്കിൽ മറ്റൊന്നിനും വേണ്ടിയല്ല, വലിയ കാര്യങ്ങളെ ആഗ്രഹിച്ചിട്ടല്ല, അവൻ്റെ ക്യാരക്ടറിലേക്ക് വളരാൻ വേണ്ടി, അല്ലാതെ വേറെ ഒന്നുമില്ല. അവൻ്റെ കൈ എൻ്റെ മേലുള്ളത് കൊണ്ട് അവൻ്റെ സാന്നിധ്യത്തിൻ്റെ ആ വലിയ അറിവ്, തിരിച്ചറിവ്, അവൻ്റെ വചനത്തിൻ്റെ ആ ഭക്ഷിക്കുവാൻ, ഞാൻ നിൻ്റെ വചനം കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. ഐ ഡിലൈറ്റ് ഇൻ യുവർ വേർഡ്, ഐ ഡിലൈറ്റ് ഇൻ യു. ഞാൻ നിന്നിൽ രസിക്കുന്നു. ഞാൻ നിന്നിൽ രസിക്കുന്നത് കൊണ്ട് ലോകത്തിൽ എനിക്ക് രസിക്കാൻ കഴിയുന്നില്ല. നീ എന്നെ നീരസം കൊണ്ട് നിറച്ചിരിക്കുന്നു. ഞാൻ സ്കോഫേഴ്സിൻ്റെ അടുത്ത് പോയി ഇരുന്ന് ഉല്ലസിച്ചിട്ടില്ല. കളി പറയുന്നവരുടെ കൂട്ടത്തിൽ പോയിരുന്ന് ഉല്ലസിച്ചിട്ടില്ല. ലോകത്തിൻ്റെ മോഹങ്ങളുടെ കാഴ്ചകൾ കണ്ട് എനിക്ക് രസിക്കാൻ കഴിയുന്നില്ല. കാരണം നീ എന്നെ നീരസം കൊണ്ട് നിറച്ചിരിക്കുന്നു. ഐ എം സ്റ്റാൻഡിങ് അലോൺ. ഐ എം നോട്ട് ലൈക്ക് അതർ പീപ്പിൾ. ലോകത്തിൽ രസിക്കുന്ന ഞങ്ങളുടെ സമൂഹത്തിലെ എല്ലാ ആത്മീയ നേതാക്കളുടെയും മുമ്പിൽ ലോകത്തിൽ രസം കണ്ടെത്താത്തവനായി നീ എന്നെ വിളിച്ചിരിക്കുന്നു. ഭൗതികമായ കാര്യങ്ങളിൽ രസിക്കുന്നവന്, അതിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു വ്യക്തിക്ക് കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ കഴിയത്തില്ല. ഇഫ് യു സ്റ്റാൻഡ് അലോൺ, you will see that you are not delighting in anything of this world. You feel indignation. നീ എന്നെ നീരസം കൊണ്ട് നിറച്ചിരിക്കുന്നു.
എല്ലാവരും പറയുന്നതിന് വ്യത്യാസമായിരിക്കാം, ഒഫീഷ്യൽ പ്രോഫറ്റ്സ് പറയുന്നതിന് വ്യത്യാസമായിരിക്കാം. കാര്യം നീ പ്രസംഗിക്കുന്നത് ക്യാരക്ടറാ, അല്ലാതെ നിൻ്റെ അനാലിസിസ് അല്ല. ദൈവത്തിൻ്റെ ആലയം ഉള്ളത് കൊണ്ട് ദൈവം നമ്മളെ ഉപദ്രവിക്കത്തില്ലെന്നൊക്കെ ആയിരിക്കാം, അനാലിസിസ് അല്ല. ദൈവം എപ്പോഴും നോക്കുന്നത് ക്യാരക്ടറാണ്, ദൈവം നോക്കുന്നത് സ്വഭാവമാണ്. ആത്മാവിലുള്ള ആരാധനയേക്കാൾ വലുതാണ് ആത്മാവിലുള്ള ജീവിതം. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ദൈവത്തിന് പറയാൻ പറ്റുമോ? യെസ് ലോർഡ്, ഐ സ്റ്റാൻഡ് അലോൺ. ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്നു, ഞാൻ ഇതിനകത്ത് സംതൃപ്തനാ, ഞാനിതിൽ രസം കണ്ടെത്തുന്നു. ഹല്ലേലൂയ. നീ എന്നെ നീരസം കൊണ്ട് നിറച്ചിരിക്കാൻ ഞാൻ നിന്നോട് നന്ദിയുള്ളവനാ, ഞാൻ നിന്നിൽ രസിക്കുന്നു. ഏതെങ്കിലും ഒന്നിൽ രസിച്ചാലേ പറ്റുമെന്ന് എനിക്കറിയാം. അത് ഈ ലോകത്തിലല്ല, നിന്നിലാണ് ഞാൻ രസിക്കുന്നത്. നിൻ്റെ വചനത്തിലാണ് ഞാൻ രസിക്കുന്നത്, നിൻ്റെ സാന്നിധ്യത്തിലാണ് ഞാൻ രസിക്കുന്നത്. ഞാൻ നിന്നോടൊപ്പം നിൽക്കുന്നു, നിൻ്റെ പക്ഷം ചേർന്ന് നിൽക്കുന്നു. സ്വർഗ്ഗപിതാവേ, യിരെമ്യാവിനെ പോലെ നിന്നോട് ചേർന്ന് നിൽക്കുവാൻ നീ ഞങ്ങളെ പഠിപ്പിക്കണമേ. ലോകത്തോടൊരു നീരസം പുലർത്തുവാൻ നീ ഞങ്ങളെ ശക്തീകരിക്കണമേ. ബാരൂക്കിനോട് നീ പറഞ്ഞതുപോലെ നീ നിനക്കായി വലിയ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നു, ഒരു നാളും അരുത്. യെസ് ലോർഡ്, ഞങ്ങൾക്കായി വലിയ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾക്ക് ഹിഡൻ അജണ്ട ഇല്ല. ഞങ്ങൾ രസിക്കുന്നത് അതിലല്ല. വി ജസ്റ്റ് വാണ്ട് ടു സീ ദാറ്റ് വി ആർ ഡിലൈറ്റിംഗ് ഇൻ യു, ഓ ഗാഡ്. ഞങ്ങൾക്ക് നീ മാത്രം മതി. ലേവ്യർക്ക് നീ അവകാശം കൊടുത്തില്ല, പക്ഷേ നീ അവരുടെ ഓഹരി ആയിരിക്കുമെന്ന് നീ പ്രോമിസ് ചെയ്തു. കർത്താവേ, ദൈവത്തിന് വേണ്ടി വീര്യം പ്രവർത്തിച്ച ലേവ്യനെ പോലെ ഇന്ന് നിലകൊള്ളുവാനും അപ്പനെന്നോ അമ്മയെന്നോ മക്കളെന്നോ വ്യത്യാസമില്ലാതെ വചനത്തിൻ്റെ വാളുകൊണ്ട് എല്ലാ അനാത്മികതയെയും തകർത്ത് കളയുവാനും നീ എന്നെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ കർത്താവേ, അതിന് ഞങ്ങളൊരു റിവാർഡ് ഇവിടെ പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങൾ ആകെ പ്രതീക്ഷിക്കുന്നത് നീ ഞങ്ങളുടെ ഓഹരി ആയിരിക്കണമെന്ന് മാത്രമാണ്. നിൻ്റെ കൃപകൾക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.